ഹരി ഓം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അന്നപൂർണേശ്വരി സ്തോത്രമാണ്. വളരെ പ്രസിദ്ധമായ സ്തോത്രമാണിത്. ഇതിൽ 12 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ഓം നിത്യാനന്ദകരി വരാഭയകരി സൗന്ദര്യരത്നാകരി നിർധൂതാഖില ഘോര പാവനകരി പ്രത്യക്ഷ മാഹേശ്വരി പ്രാലേയാചലവംശ പാവനകരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി. ഇവിടെ ആദ്യമായി അമ്മയെ വിളിക്കുന്നത് നിത്യാനന്ദകരി എന്നാണ്. നിത്യമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവർ. അമ്മയുടെ സ്വരൂപം ആനന്ദമാണ്. അപ്പോൾ അമ്മയെ ഒരു ഭക്തൻ ശ്രദ്ധയോടുകൂടി സ്മരിക്കുന്ന സമയത്ത് നാമത്തോടും രൂപത്തോടും കൂടിയാണ് സ്മരിക്കുന്നതെങ്കിലും അമ്മ നമ്മുടെ മനസ്സിൽ പ്രകടമാകുമ്പോൾ സ്വാഭാവികമായി തന്നെ അവിടെ ആനന്ദാനുഭൂതി ഉണ്ടാകും. അതുകൊണ്ട് അമ്മ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവളാണ്. ഭക്തർക്ക് ഭക്തിയുടെ ലഹരി ഒരിക്കൽ പിടിച്ചാൽ പിന്നെ അമ്മ ആ ഹൃദയം വിട്ടു പോകുന്നില്ല. അപ്പോൾ നിത്യം അവിടെ തന്നെ വസിക്കുന്നത് കൊണ്ട് നിത്യമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അർത്ഥം പറയാം. അമ്മയുടെ സ്മരണ ഒരു സാധനയായി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമാകും. അങ്ങനെ മനസ്സ് ശാന്തമാകുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് എന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണെങ്കിലും നമുക്ക് വ്യക്തമാകും ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദമാണ്. അപ്പോൾ ഭക്തരുടെ മനസ്സിനെ ശാന്തമാക്കി ആത്മാനുഭൂതിയെ അവർക്ക് പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ടും നിത്യാനന്ദകരിയാണ് അമ്മ. അത് കഴിഞ്ഞു പറയുന്നു വരാഭയകരി, വരത്തെയും അഭയത്തെയും നൽകുന്നവൾ. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്നത് തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ്. ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനുള്ള യത്നമാണ് നമ്മുടെ ജീവിതം. എന്നാൽ നമ്മൾ അമ്മയെ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മ നടത്തിത്തരും. അതിനുണ്ടാകുന്ന എല്ലാ വിഘ്നങ്ങളും അമ്മ അകറ്റിത്തരും. അതുകൊണ്ട് വരത്തെ നൽകുന്നവളാണ്. എന്നാൽ ഈ പ്രപഞ്ചം അശാശ്വതമാണെന്ന് മനസ്സിലാക്കി ശാശ്വതമായത് ഏകമായ സത്യം ഒന്നു മാത്രമാണെന്ന് മനസ്സിലാക്കി ആ സത്യത്തെ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഭയങ്ങളും ഇല്ലാതെയാകും. കാരണം രാഗം, അതായത് വേണം എന്ന ഭാവം ഉള്ളിടത്തോളം കാലം ഭയമുണ്ടാകും. എന്തെന്നാൽ നമുക്ക് വേണ്ടാത്തത് ലഭിക്കുമോ എന്ന ഭയം, വേണ്ടത് ലഭിക്കാതിരിക്കുമോ എന്ന ഭയം, ലഭിച്ചത് നഷ്ടമാകുമോ എന്ന ഭയം, ഇങ്ങനെ ഈ ലോകത്തിൽ സദാ ഭയമുണ്ട്. എന്നാൽ ഈ ലോകത്തിന് അതീതമായി നിൽക്കുന്ന ആത്മാനന്ദാനുഭൂതി അത് അഭയമാണ്. അപ്പോൾ ആത്മാവിനെ പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് അഭയത്തെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് വരത്തെയും അഭയത്തെയും ചെയ്യുന്നവളാണ് അമ്മ. വരാഭയകരിയാണ് അമ്മ. അത് കഴിഞ്ഞ് പറയുന്നു സൗന്ദര്യ രത്നാകരി. രത്നാകരി എന്ന് പറഞ്ഞാൽ സാഗരം, സമുദ്രം. സൗന്ദര്യത്തിന്റെ സമുദ്രം തന്നെയാണ് അമ്മ. നമ്മുടെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുന്നതെന്തോ അതാണ് സൗന്ദര്യം. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ പലതുമുണ്ട്. എന്നാൽ ഈ എല്ലാ സൗന്ദര്യങ്ങളും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ്. അതായത് സൗന്ദര്യത്തിന്റെ മുഴുവൻ കേന്ദ്രം അമ്മയാണ്. ഏതുപോലെയാണോ നീരാവികളായി സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന പിന്നീട് മേഘങ്ങളായി മാറുന്ന ജലം നദിയായി ഒഴുകി തിരിച്ച് ആ സമുദ്രത്തിലേക്ക് തന്നെ പോകുന്നത്, അതേപോലെ അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ചെറിയ ചെറിയ അംശങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്ന സൗന്ദര്യം. ആ സൗന്ദര്യത്തിന്റെ പിന്നാലെ ചെന്നാൽ അത് നമ്മെ എത്തിക്കുന്നത് അമ്മയിൽ തന്നെയാണ്. അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ സാഗരമായി ഇരിക്കുന്നവളാണ്, സൗന്ദര്യ രത്നാകരിയാണ് അമ്മ. അമ്മയുടെ പേര് തന്നെ സുന്ദരി എന്നാണ്. അപ്പോൾ അമ്മയ്ക്കുള്ളതെന്തോ അത് സൗന്ദര്യം. അങ്ങനെ സൗന്ദര്യ രത്നാകരി. നിർധൂതാഖില ഘോര പാവനകരി. ഘോരം എന്നാൽ വിഷം, നിർധൂതം എന്നാൽ ത്യജിക്കപ്പെട്ടത്. മനുഷ്യൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ത്യജിക്കുന്ന എല്ലാ വിഷങ്ങളും അതിനെ പാവനകരി, അതിനെ പവിത്രീകരിക്കുന്നവളാണ് അമ്മ. മനുഷ്യൻ ത്യജിക്കുന്ന വിഷം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദുഃഖങ്ങൾ തന്നെയാണ്. മനുഷ്യന്റെ മനസ്സിൽ പല ദുഃഖങ്ങളും ഉദ്ഭവിക്കുന്നു. അത് അവന്റെ നിയന്ത്രണത്തിലല്ല. ദുഃഖിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നാലും മനസ്സ് ദുഃഖിക്കും. കാരണം മനസ്സിന്റെ സ്വഭാവമാണ് സുഖിക്കുക ദുഃഖിക്കുക എന്നുള്ളത്. അപ്പൊ ദുഃഖത്തെ വിഷം പോലെ അതിങ്ങനെ വമിച്ചുകൊണ്ടിരിക്കും.
എന്നാൽ അമ്മയെ ശരണം പ്രാപിച്ചാൽ അങ്ങനെ ഉദ്ഭവിക്കുന്ന, അങ്ങനെ വമിക്കപ്പെടുന്ന എല്ലാ വിഷങ്ങളെയും ഇല്ലാതെയാക്കി വിഷത്തെ വമിക്കാനുള്ള മനസ്സിന്റെ സ്വഭാവത്തെ തന്നെ അമ്മ പവിത്രീകരിക്കുന്നു. പിന്നീട് മനസ്സൊരിക്കലും ദുഃഖിക്കുന്നില്ല. ഭക്തന്റെ സ്വഭാവം അഭയമാണ്. കാരണം അവന്റെ മനസ്സ് ഇളകാതെ അമ്മയിൽ ഉറച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഭാവത്തിൽ അവന് ഒരിക്കലും ദുഃഖമുണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ നിർദൂതാകില ഘോര പാവനകരി എന്ന് പറയുമ്പോൾ ഭക്തന്റെ എല്ലാ ദുഃഖത്തെയും ഇല്ലാതെയാക്കുന്നവൾ എന്നർത്ഥം എടുക്കാം. പ്രത്യക്ഷ മാഹേശ്വരി, മഹാ ഈശ്വരിയാണ്. ഈശ്വരി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൾ, എല്ലാം നിയന്ത്രിക്കുന്നവളാണ്, നമുക്ക് പ്രത്യക്ഷമാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം ശക്തിയെ കാണുന്നുവോ അത് അമ്മയാണ്. അമ്മയെ അറിയാൻ അതുകൊണ്ട് എളുപ്പമാണ്. ശക്തിയുടെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം അമ്മയാണെന്ന് മനസ്സിലാക്കി ആ ശക്തിക്ക് മുഴുവൻ നിധാനമായിരിക്കുന്ന പരമേശ്വരിയാണ്, മാഹേശ്വരിയാണെന്ന ഭാവത്തിൽ അമ്മയെ ഉപാസിക്കണം. അതുകൊണ്ട് അമ്മ പ്രത്യക്ഷ മാഹേശ്വരിയാണ്. പ്രാലേയാചല വംശപാവനകരി. പ്രാലേയാചലം എന്ന് പറഞ്ഞാൽ ഹിമാലയം, ഹിമാലയത്തിന്റെ വംശത്തെ പവിത്രീകരിച്ചവൾ. അമ്മ ഹിമവാന്റെ പുത്രിയായിട്ടാണ് ജനിച്ചത്, പാർവതിയായിട്ടാണ് ജനിച്ചത്. അമ്മ ജനിച്ചതുകൊണ്ട് ഹിമാലയത്തിന്റെ വംശം പാവനമാക്കപ്പെട്ടു. അമ്മ വസിക്കുന്നതും ഹിമാലയത്തിലായതുകൊണ്ട് ഹിമാലയത്തിന്റെ വംശം പാവനമാക്കപ്പെട്ടു. ഇനി ഇവിടെ ഹിമാലയത്തിന്റെ വംശം എന്നത് യോഗീശ്വരന്മാരെയും നമുക്ക് സങ്കല്പിക്കാം. കാരണം ഹിമാലയത്തിൽ വസിക്കുന്ന ഹിമവാനെ പിതാവിനെ പോലെ ആശ്രയിക്കുന്നവരാണ് യോഗീശ്വരന്മാർ, തപസ്വികൾ. അവർക്കെല്ലാം പുണ്യത്തെ പ്രദാനം ചെയ്യുന്നവൾ, അവരെയെല്ലാം പരിശുദ്ധരാക്കുന്നവളാണ് അമ്മ. അതുകൊണ്ടും അമ്മ പ്രാലേയാചല വംശപാവനകരിയാണ്. കാശീപുരാധീശ്വരി, കാശിയാകുന്ന പുരത്തിൽ അധീശ്വരിയായിരിക്കുന്നവൾ. സാമാന്യ അർത്ഥത്തിലെടുത്താൽ കാശിയിൽ വസിക്കുന്ന അന്നപൂർണേശ്വരി എന്നർത്ഥം വരും. കാശി ശബ്ദത്തിന് പ്രകാശം എന്നർത്ഥമുണ്ട്. അപ്പൊ പ്രകാശം വസിക്കുന്ന പുരം, അതാണ് കാശീപുരം. പ്രകാശം എന്നാൽ ബോധം, ചൈതന്യം. ആ ചൈതന്യം വസിക്കുന്ന പുരം നമ്മുടെ ദേഹം തന്നെയാണ്. ആ ദേഹത്തിന് അധീശ്വരിയായിരിക്കുന്നവൾ കാശീപുരാധീശ്വരി. ഇവിടെ എല്ലാ ജീവനെയും നിയന്ത്രിക്കുന്നത് അമ്മ തന്നെയാണ്. എല്ലാവരുടെയും ഈശ്വരിയായിരിക്കുന്നത് അമ്മ തന്നെയാണ്. അതുകൊണ്ട് ഓരോ ദേഹത്തിലും സാധന ചെയ്യുന്ന സമയത്ത് നമുക്കകത്ത് അനുഭവപ്പെടുന്ന ഈശ്വരിയാണ് കാശീപുരാധീശ്വരി. കൃപാവലംബനകരി, കൃപയുടെ ആശ്രയമായിരിക്കുന്നവൾ. കൃപയുടെ ആശ്രയമായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ദുഃഖത്തിൽ നിന്നും ശാശ്വതമായ മോചനം ലഭിക്കണമെങ്കിൽ അമ്മയുടെ കൃപ ലഭിക്കണം. എന്നാൽ അമ്മ ആ കൃപയുടെ ഉദ്ഭവം തന്നെയാണ്. നമ്മൾ അമ്മയെ ശരണം പ്രാപിച്ചാൽ കൃപ സ്വാഭാവികമായി സംഭവിക്കും. പിന്നെ പ്രത്യേകിച്ച് കൃപ ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കൃപാവലംബനകരിയാണ്. ഈ പ്രകൃതിയിൽ പലതിൽ നിന്നും നമുക്ക് കൃപ ലഭിച്ചാലേ നമ്മുടെ ജീവിതം സുഗമമാകും. നന്നായി മഴ ലഭിക്കണം, ഉഷ്ണം പാകത്തിനുണ്ടാവണം, വൃക്ഷലതാദികളെല്ലാം നന്നായി പുഷ്പിക്കണം, അതിന് ഫലമുണ്ടാകണം. അങ്ങനെ പ്രകൃതി നമ്മളോട് കനിഞ്ഞാൽ മാത്രമേ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റൂ. അപ്പോൾ പ്രകൃതിയിൽ കരുണയെ ചൊരിയുന്നവൾ, അതായത് പ്രകൃതിയിലൂടെ നമുക്ക് കരുണയെ പ്രദാനം ചെയ്യുന്ന, കൃപയെ പ്രദാനം ചെയ്യുന്നവൾ. അപ്പോൾ അമ്മ പ്രസാദിച്ചാൽ പ്രകൃതി പ്രസാദിച്ചു എന്നുള്ളത് കൊണ്ട് കൃപാവലംബനകരിയാണ് അമ്മ. മാതാവാണ്, ലോകജനനിയാണ്. അമ്മ എന്ന് വിളിച്ചാൽ അത് ദേവിയാണ്, പാർവതിയാണ്. ലോകത്തിന് മുഴുവൻ മാതാവായിരിക്കുന്നവളാണ്. അമ്മയിൽ നിന്നാണ് ഇത് ഉദ്ഭവിച്ചത്, അമ്മയിലാണ് ഇത് നിലനിൽക്കുന്നത്. ക്രമേണ അമ്മയിലേക്ക് തന്നെയാണ് ഇത് ലയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മാതാവാണ് അമ്മ, ജഗദീശ്വരിയാണ്. അന്നപൂർണേശ്വരി, അന്നം പൂർണ്ണമായി ഇരിക്കുന്നവൾ. അന്നം പൂർണ്ണമായിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിശപ്പിനെ ഇല്ലാതെയാക്കുന്നവൾ, എല്ലാവരുടെ വിശപ്പിനെയും ഇല്ലാതെയാക്കാനുള്ള അത്ര അന്നമുള്ളവൾ എന്ന് സാമാന്യമായി ഒരർത്ഥം പറയാം. അതുപോലെ അന്നത്തിലൂടെ പൂർണ്ണത നൽകുന്നവൾ എന്നൊരർത്ഥമുണ്ട്. അന്നം എന്ന ശബ്ദത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന ഒരർത്ഥം മാത്രമല്ല, നമ്മുടെ വയറിലുള്ള അഗ്നിയെ ശാന്തമാക്കാനുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം. എന്നാൽ നമ്മുടെ മനസ്സിലും ഒരു അഗ്നിയുണ്ട്, അതിനെ ശാന്തമാക്കാനും നമ്മൾ ആഹരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണിലൂടെ കാണുന്നുണ്ട്, ചെവിയിലൂടെ കേൾക്കുന്നുണ്ട്, മൂക്കിലൂടെ മണക്കുന്നുണ്ട്, നാക്കിലൂടെ രുചിക്കുന്നുണ്ട്, ത്വക്കിലൂടെ സ്പർശിക്കുന്നുണ്ട്. ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ നിത്യം ഭുജിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ആഹാരവും
എല്ലാ ഭോഗവും നമുക്ക് ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. കാരണം അമ്മ പ്രകൃതി തന്നെയാണ്. അപ്പോൾ എല്ലാ ആഹാരത്തെയും അമ്മയിലാണുള്ളത്. എല്ലാ ആഹാരവും പ്രദാനം ചെയ്യുന്നത് അമ്മയാണ്. അതുകൊണ്ട് അന്നപൂർണേശ്വരിയാണ്. ഇനി അന്നത്തിൽ പൂർണ്ണത നൽകുന്നവൾ, അതായത് നമ്മൾ അനുഭവിക്കുന്നത് എന്തും താൽക്കാലികമാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചാൽ തന്നെ വിശപ്പ് കുറച്ചു നേരത്തേക്ക് മാറും, അത് കഴിഞ്ഞാൽ വീണ്ടും വിശപ്പുണ്ടാകും. പ്രപഞ്ചത്തിൽ ഏത് സുഖത്തെ അനുഭവിച്ചാലും കുറച്ചു നേരത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ വീണ്ടും അതിനുള്ള തൃഷ്ണ ജനിക്കും. എന്നാൽ അമ്മയെ ആശ്രയിച്ചാൽ അമ്മ നൽകുന്നത് തന്നെയാണ്. ആ ആത്മാനന്ദാനുഭൂതിയാണ്. അതൊരിക്കൽ കിട്ടിയാൽ പൂർണ്ണതയായി. അപ്പൊ പൂർണ്ണതയെ അന്നമായി പ്രദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലും അന്നപൂർണേശ്വരിയാണ്. അമ്മയെ ആശ്രയിച്ചാൽ പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല. ശാശ്വതമായ ആനന്ദം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് അന്നപൂർണേശ്വരിയാണ്. അങ്ങനെയുള്ള അന്നപൂർണേശ്വരിയോട് പറയുന്നു, ഭിക്ഷാം ദേഹി, എനിക്ക് ഭിക്ഷയെ നൽകിയാലും. ഇവിടെ ഭിക്ഷാം ദേഹി എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ തൻ്റെ വിശപ്പ് മാറ്റാനുള്ള അപേക്ഷയുമുണ്ട്. ഒരു യോഗി തനിക്ക് മോക്ഷത്തെ നൽകണമെന്ന അപേക്ഷയുമുണ്ട്. ഇങ്ങനെ ഭോഗത്തെയും യോഗത്തെയും ഒരുപോലെ ആഗ്രഹിക്കുന്നവർക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ശ്ലോകം, ഒരു സ്തോത്രമാണിത്. ഇവിടെ ഈ അവസാനം പറയുന്ന വരി എല്ലാ ശ്ലോകത്തിലും ആവർത്തിക്കുന്നുണ്ട്. കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാ അന്നപൂർണേശ്വരി. ഓരോ ശ്ലോകത്തിലും കാശിയിൽ വസിക്കുന്ന ഈശ്വരിയായ അന്നപൂർണേശ്വരിയായ അമ്മയോട്, കൃപയുടെ ആലംബനമായി നിൽക്കുന്നവളായവളോട് ഭിക്ഷയെ ചോദിക്കുകയാണ്. അപ്പൊ ഇത് ആവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്ത ശ്ലോകം, രണ്ടാമത്തെ ശ്ലോകം. നാനാരത്ന വിചിത്ര ഭൂഷണകരി ഹേമാംബരാഡംബരി മുക്താഹാര വിലംബമാന വിലസത് വക്ഷോജ കുംഭാന്തരി കാശ്മീരാഗരുവാസിതാംഗരുചിരേ കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി. വീണ്ടും ഭിക്ഷ യാചിക്കുകയാണ് അമ്മയോട്. പൂർണ്ണത നൽകാനുള്ള അന്നത്തെ പ്രദാനം ചെയ്യണമെന്ന് യാചിക്കുകയാണ്. നാനാരത്ന വിചിത്ര ഭൂഷണകരി. നാനാരത്നം, പല വിധത്തിലുള്ള രത്നങ്ങളാൽ, വിചിത്ര, പല വർണ്ണത്തിലുള്ള രത്നങ്ങൾ, പല ആകാരമുണ്ട് ഈ രത്നങ്ങൾക്ക്, പല നിറങ്ങളുണ്ട്. അങ്ങനെയുള്ള രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവളാണ് അമ്മ. ഇവിടെ സാമാന്യാർത്ഥത്തിലെടുത്താൽ അമ്മ ദേഹത്തിൽ ഒരുപാട് അലങ്കാരങ്ങൾ ധരിച്ചിട്ടുണ്ട്. സൂക്ഷ്മമായി നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഭൂതിയും, ശ്രേഷ്ഠമെന്ന് നമുക്ക് തോന്നുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അമ്മയുടെ ആഭരണമാണ്, ആഭൂഷണമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം ശ്രേഷ്ഠത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അതൊക്കെ അമ്മയുടെ അലങ്കാരമായി സങ്കല്പിച്ചുകൊണ്ട് അതെല്ലാം ധരിച്ചിരിക്കുന്ന മഹാചൈതന്യമാണ് അമ്മ എന്ന ബോധം ഭക്തനുണ്ടാകണം. ഹേമാംബരാഡംബരി. ഹേമാംബരം എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള വസ്ത്രം. സ്വർണം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് ശോഭിക്കുന്നവരാണ് അമ്മ. ഇവിടെ സ്വർണം എന്ന വസ്ത്രം സാമാന്യാർത്ഥത്തിൽ എടുത്താൽ നല്ല ജ്വലിക്കുന്ന, നല്ല തിളങ്ങുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന പാർവതി ദേവിയെ സങ്കല്പിക്കാം. സ്വർണം എന്ന ശബ്ദത്തിന് മായ എന്നെടുക്കാം. ഇല്ലാത്തത് ഉണ്ടെന്ന തോന്നലാണ് മായ. പ്രപഞ്ചം മുഴുവൻ മായ എന്ന ശബ്ദത്തിലുണ്ട്. ആ പ്രപഞ്ചത്തെ തന്നെ അണിഞ്ഞിരിക്കുന്നവളാണ് അമ്മ. അപ്പൊ മായയെ ഒരു വസ്ത്രമായി ഉടുത്തിരിക്കുന്നവളാണ്. ആ മായയെ നമ്മൾ നീക്കുമ്പോഴാണ് അമ്മയുടെ യഥാർത്ഥ സ്വരൂപം അറിയുന്നത്. നമ്മൾ ആദ്യം മായയിലൂടെ അമ്മയെ അറിയാൻ ശ്രമിക്കുന്നു. അപ്പോൾ നാമവും രൂപവും ഒക്കെ ഉണ്ടാകും. ക്രമേണ സാധനയിലൂടെ മായ നീങ്ങും. ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. സ്വർണ്ണമയമായ പാത്രം കൊണ്ട് സത്യത്തിന്റെ മുഖം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ മറവ് ക്രമേണ നീങ്ങും സാധനയിലൂടെ. അപ്പൊ ശുദ്ധമായ സച്ചിദാനന്ദ ഭാവത്തിൽ അമ്മയെ അറിയാൻ സാധിക്കും. അപ്പോൾ ഭക്തരെ, സാധാരണക്കാർക്ക് അമ്മ അപ്രാപ്യമായിരിക്കുന്നുവെങ്കിൽ അവരോട് കരുണയുള്ളത് കൊണ്ട്, കൃപാവലംബനകരിയാണല്ലോ, അപ്പൊ കരുണയുള്ളത് കൊണ്ട് ഒരു വസ്ത്രം എടുത്തു കൊടുത്തിരിക്കുകയാണ്. അവർക്ക് കാണാൻ പാകത്തിന്, അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാകത്തിനുള്ള ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായ ഭാവത്തിൽ നിൽക്കുന്നവളാണ്. അതുകൊണ്ട് മായയെ ഉടുത്തിരിക്കുന്നു എന്ന ഭാവത്തിൽ ഹേമാബരാഡംബരി. മുക്താഹാര വിലംബമാന വിലസത് വക്ഷോജ കുംഭാന്തരി. കുംഭസദൃശമായ സ്തനങ്ങൾക്ക് മുകളിൽ മുക്താഹാരം. മുക്താഹാരം എന്ന് പറഞ്ഞാൽ മുത്തുകളെ കൊണ്ടുള്ള ഹാരം. അപ്പോൾ മുത്തുകളെ കൊണ്ടുള്ള ഹാരം തൻ്റെ വക്ഷസ്ഥലത്ത് കിടക്കുന്നുണ്ട്, കഴുത്തിൽ ധരിച്ചിട്ടുണ്ട് എന്ന് ഒരു അർത്ഥം എടുക്കാം. ഇവിടെ മുത്തുകൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിശേഷ വസ്തുക്കളുമാണ്.
ഇപ്പോൾ സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള നമ്മൾ പ്രപഞ്ചത്തെ മുഴുവൻ എടുത്തു നോക്കിയാൽ ഇവിടെ ശോഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം മുത്തുകളായി എടുക്കാം. അപ്പൊ ആ മുത്തുകൾ മുഴുവൻ ധരിച്ചിരിക്കുന്നവൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശ്രേഷ്ഠ ശക്തികളെയും ഒരു മാലയിൽ കോർത്തുകൊണ്ട് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നവർ. കാരണം എല്ലാ ശക്തിയുടെയും ഉദ്ഭവം അമ്മയാണ്, പരാശക്തിയാണ് അമ്മ. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. കാശ്മീരാഗരു വാസിതാംഗരുചിരേ. കാശ്മീരം എന്ന് പറഞ്ഞാൽ കുങ്കുമം എന്നാണ് അർത്ഥം. അതുപോലെ അഗരു, അതും ഒരു സുഗന്ധ വസ്തുവാണ്. അപ്പോൾ കുങ്കുമവും അഗരവും തൻ്റെ ദേഹത്ത് ധരിച്ചുകൊണ്ട് ആ ദേഹത്തിൻ്റെ ശോഭയെ വർദ്ധിപ്പിച്ചിരിക്കുന്നവൾ എന്ന് കാശ്മീരാഗരു വാസിതാംഗരുചിരേ എന്ന പദത്തിനർത്ഥം. ഇവിടെ സുഗന്ധ വസ്തു എന്ന് പറയുമ്പോൾ നല്ല വാസന എന്ന അർത്ഥവും നമുക്കെടുക്കാം. വാസന എന്ന് പറഞ്ഞാൽ കർമ്മത്തിനുള്ള ബീജമാണ്. നമ്മുടെ ഉള്ളിൽ വാസനയുള്ളത് കൊണ്ടാണ് ചിന്തകൾ ഉണ്ടാകുന്നത്, ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ചിന്തകളും ആഗ്രഹങ്ങളുമാണ് കർമ്മമായി പരിണമിക്കുന്നത്. അപ്പോൾ നല്ല വാസനകളാണ് അമ്മ ധരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല വാസനകളെ പ്രദാനം ചെയ്യുന്നവൾ. നല്ല വാസനയുണ്ടായാൽ നമ്മുടെ ചിന്തയും കർമ്മവും നന്നാകും. നല്ല കർമ്മമുണ്ടെങ്കിൽ നല്ല ഫലം ലഭിക്കും. അപ്പൊ അതുകൊണ്ട് കാശ്മീരാഗരു വാസിതാംഗരുചിരേ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാ അന്നപൂർണേശ്വരി. അല്ലയോ അന്നപൂർണേശ്വരി, കാശി എന്ന പുരത്തിൽ വസിക്കുന്നവളെ, കൃപയുടെ ആലംബനമായിരിക്കുന്നവളെ, എനിക്ക് ഭിക്ഷയെ നൽകിയാലുമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം, മൂന്നാമത്തെ ശ്ലോകം. യോഗാനന്ദകരി രിപുക്ഷയകരി ധർമാർത്ഥനിഷ്ഠാകരി ചന്ദ്രാർക്കാനല ഭാസമാന ലഹരി ത്രൈലോക്യരക്ഷാകരി സർവൈശ്വര്യ സമസ്ത വാഞ്ചിതകരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി. യോഗാനന്ദകരി, യോഗമാകുന്ന ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൾ. യുജ് ധാതുവിൽ നിന്നാണ് യോഗ ശബ്ദം ഉണ്ടാകുന്നത്. യുജ് എന്നാൽ ചേർക്കുക, യോജിപ്പിക്കുക. ജീവനെ പരമനിൽ ചേർക്കുന്നതാണ് യോഗാവസ്ഥ. അതായത് ഞാൻ എന്ന് പറയുന്ന സങ്കുചിതമായ ഒരു ബോധം നമുക്കുണ്ട്. അത് വാസ്തവത്തിൽ സർവപ്രപഞ്ചത്തിൻ്റെയും കേന്ദ്രത്തിലുള്ള ആത്മഭാവേന ബ്രഹ്മഭാവേന ശോഭിക്കുന്ന ചൈതന്യമാണെന്ന് മനസ്സിലാക്കി ജീവനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച് ഏകമായ അദ്വിതീയമായ അനുഭൂതി ഉണ്ടാകുന്നതാണ് യോഗം. ആ അനുഭൂതിയിൽ ഉണ്ടാകുന്ന ആനന്ദത്തെ ചെയ്യുന്നവൾ. ബ്രഹ്മത്തിന്റെ സ്വരൂപം ആനന്ദമാണ്. അപ്പൊ യോഗം സിദ്ധിച്ചാൽ ആനന്ദാനുഭൂതി ഉണ്ടാകും. അത് പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് യോഗാനന്ദകരി എന്ന് വിളിക്കുന്നു. റിപുക്ഷയകരി. റിപു എന്നാൽ ശത്രുക്കൾ, ശത്രുക്കളെ നശിപ്പിക്കുന്നവൾ. സാമാന്യ അർത്ഥത്തിലെടുത്താൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നവൾ, നമുക്ക് ജയത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം വരും. എന്നാൽ ആത്മീയമായ തലത്തിൽ നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ തന്നെ പല ശത്രുക്കളുമുണ്ട്. തെറ്റായ വഴിയിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട് പല ദുഃഖങ്ങളും ജനിപ്പിക്കുന്ന, നമ്മളെ ഈ സംസാര ചക്രത്തിൽ കുടുക്കിക്കളയുന്ന ശത്രുക്കൾ. അങ്ങനെയുള്ള വാസനകളെ ഇല്ലാതെയാക്കുന്നവളാണ്. അതുകൊണ്ട് രിപുക്ഷയകരിയാണ് അമ്മ. സദ്വാസനകളെ പ്രദാനം ചെയ്ത് മോക്ഷത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. ധർമാർത്ഥ നിഷ്ഠാകരി. ധർമ്മവും അർത്ഥത്തിലും നമുക്കുള്ള താല്പര്യത്തെ ഉറപ്പിക്കുന്നവളാണ്. ധർമ്മവും അർത്ഥവും ഇവിടെ പറയുന്നത്, അർത്ഥത്തിൽ എല്ലാവർക്കും താല്പര്യമുണ്ട്. അർത്ഥം എന്നാൽ ധനം എന്ന അർത്ഥമാണ്. പക്ഷേ ധനം എന്ന വാക്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഐശ്വര്യങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ വ്യവഹരിക്കുന്നത്. എന്നാൽ അത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷേമം ഉണ്ടാകൂ. അല്ലെങ്കിൽ നമ്മൾ സംസാര സാഗരത്തിൽ തന്നെ കുടുങ്ങിപ്പോകും. അപ്പോൾ ഉയർന്ന തലങ്ങളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ധർമ്മത്തിലൂന്നിയുള്ള അർത്ഥമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ ധർമ്മത്തിലും അർത്ഥത്തിലും നിഷ്ഠയെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ശ്രേഷ്ഠമായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരം അമ്മ ഒരുക്കി തരുന്നു. അതുകൊണ്ട് ധർമാർത്ഥ നിഷ്ഠാകരിയാണ് അമ്മ. ചന്ദ്രാർക്കാനല ഭാസമാന ലഹരി. ചന്ദ്രൻ, അർക്കൻ, അനലൻ. അതായത് ചന്ദ്രൻ എന്നാൽ സോമൻ, അർക്കൻ എന്നാൽ സൂര്യൻ, അനലൻ എന്നാൽ അഗ്നി. ഇവർക്ക് 3 പേർക്കും പ്രകാശമുണ്ട്. ഈ പ്രകാശത്തെ നമുക്ക് അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന തിരയായി സങ്കല്പിക്കാം. അപ്പൊ അമ്മ സമുദ്രമാണ്, പ്രകാശ സമുദ്രമാണ്. ആ പ്രകാശത്തിൽ നിന്ന് ഉയരുന്ന ചെറിയ തിരകളാണ് ചന്ദ്രന്റെ പ്രകാശവും സൂര്യന്റെ പ്രകാശവും അഗ്നിയുടെ പ്രകാശവും. അപ്പൊ അങ്ങനെയുള്ള ഭാവത്തിൽ ഇരിക്കുന്നവളാണ് ചന്ദ്രാർക്കാനല ഭാസമാന ലഹരി. ത്രൈലോക്യ രക്ഷാകരി.
മൂന്ന് ലോകങ്ങൾക്കും രക്ഷയെ പ്രദാനം ചെയ്യുന്നവൾ. അധോലോകം, ഊർധ്വലോകം, ഭൂലോകം എന്ന് മൂന്ന് ലോകങ്ങൾ എന്നൊരർത്ഥമെടുക്കാം. അങ്ങനെ മൂന്ന് ലോകത്തെയും സംരക്ഷിക്കുന്നവൾ നമ്മുടെ തന്നെ അകത്തുള്ള ലോകങ്ങളായി കണക്കാക്കിയ, കാരണം ലോകം എന്നത് കാണപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ്. കാണുന്നത് എന്തോ അതാണ് ലോകം. അപ്പോൾ ജാഗ്രത് എന്ന് പറയുന്ന നമ്മൾ പുറമേ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന ഒരു ലോകം, സ്വപ്നം എന്ന് പറയുന്ന മനസ്സിനെ അറിയുന്ന മറ്റൊരു ലോകം, സുഷുപ്തി എന്ന് പറയുന്ന അജ്ഞാനത്തെ അറിയുന്ന മൂന്നാമത്തെ ലോകം. ഈ മൂന്ന് ലോകത്തിനും രക്ഷയെ ചെയ്യുന്നവളാണ്. ഈ മൂന്ന് ലോകവും രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്കിവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. ഈ മൂന്ന് ലോകങ്ങളും രക്ഷിക്കപ്പെടണം. അങ്ങനെ നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് അമ്മയെ പ്രാപിക്കാൻ പറ്റൂ. അപ്പോൾ പരമാനന്ദമായ ആ മോക്ഷപദം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൂന്ന് ലോകങ്ങളും രക്ഷിക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ മൂന്ന് ലോകങ്ങളെയും വളരെ ശ്രദ്ധയോടുകൂടി രക്ഷിക്കുന്നവളാണ് അമ്മ. അതുകൊണ്ട് ത്രൈലോക്യ രക്ഷാകരി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. സർവൈശ്വര്യ സമസ്ത വാഞ്ചിതകരി, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളെയും നമുക്ക് പ്രദാനം ചെയ്യുന്നവൾ. ഭക്തര് അമ്മയെ ശരണം പ്രാപിച്ചാൽ, അത് പരിപൂർണമായ ശരണമാണെങ്കിൽ, അതായത് ഒന്നും ചോദിക്കാതെ പരിപൂർണമായി അമ്മ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്ന ഭാവത്തിൽ അമ്മയെ ശരണം പ്രാപിച്ചാൽ, അമ്മ വാത്സല്യ നിധിയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന എല്ലാ ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള ഐശ്വര്യത്തെ പെട്ടെന്ന് തന്നെ അമ്മ പ്രദാനം ചെയ്യും. ഏറ്റവും ശ്രേഷ്ഠമായ ഐശ്വര്യം മോക്ഷം തന്നെയാണ്, അതും ലഭിക്കും. അപ്പോൾ ഇവിടെയുള്ള സുഖങ്ങളും നൽകും, ഇതിനതീതമായി നിൽക്കുന്ന പരമാനന്ദവും നമുക്ക് നൽകും. അങ്ങനെയുള്ള അമ്മയാണ്. ആ അമ്മയ്ക്ക് നമസ്കാരം. അങ്ങനെ കാശീപുരത്തിൽ വസിക്കുന്ന, പ്രകാശം ജ്വലിച്ചു നിൽക്കുന്ന പുരം, ഈ ദേഹത്തിൽ വസിക്കുന്ന, കൃപയുടെ ആലംബനകരിയായിരിക്കുന്ന അന്നപൂർണേശ്വരിയായ അമ്മ എനിക്ക് ഭിക്ഷയെ നൽകിയാലുമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. 4-ാമത്തെ ശ്ലോകം. കൈലാസാചലകന്ദരാലയകരി ഗൗരി ഉമാശങ്കരി കൗമാരി നിഗമാർത്ഥഗോചരകരി ഓംകാര ബീജാക്ഷരി മോക്ഷദ്വാര കപാടപാടനകരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി. കൈലാസാചലകന്ദരാലയകരി, കൈലാസമാകുന്ന അചല പർവ്വതത്തിലെ ഗുഹയെ ആലയമാക്കിയവൾ, അതായത് കൈലാസത്തിലെ ഒരു ഗുഹയിൽ വസിക്കുന്നവൾ. ഭഗവാൻ പരമശിവനോടുകൂടി കൈലാസത്തിലാണ് അമ്മ വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൈലാസത്തിൽ വസിക്കുന്നവൾ എന്ന് സാമാന്യാർത്ഥം എടുക്കാം. കൈലാസം എന്ന ശബ്ദം കൊണ്ട് ശുദ്ധമായ ഭക്തന്റെ ഹൃദയം എന്നർത്ഥം എടുക്കാം. സ്ഫടികത്തെ പോലെയുള്ളതെന്നാണ് കൈലാസം എന്ന വാക്കിനർത്ഥം. അപ്പൊ സ്ഫടികത്തെ പോലെ എന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമായ നിർമ്മലമായ മനസ്സ് എന്ന് നമ്മൾ എടുക്കാം. അതാണ് ഗുഹ. അപ്പൊ ശുദ്ധമായ മനസ്സിൽ വസിക്കുന്നവൾ. ഭക്തി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കും, സ്ഫടികത്തെ പോലെയാക്കും. പിന്നെ അതിനൊരു നിറവുമില്ല. അപ്പൊ അവിടെ അമ്മ, അതായത് തൻ്റെതായ ഒരു ധാരണയും ഇല്ലാതെ അമ്മ എങ്ങനെയാണോ അങ്ങനെ തന്നെ അമ്മയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ശുദ്ധ ഭക്തന്റെ മനസ്സിൽ സദാ വസിക്കുന്നവളായതുകൊണ്ട് കൈലാസാചല കന്ദരാലയകരി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഗൗരി വെളുത്തവളാണ്. ദേഹത്തിന്റെ നിറം വെളുപ്പാണ് എന്നർത്ഥമെടുക്കാം. പരിശുദ്ധിയുടെ നിറം വെളുപ്പായതുകൊണ്ട് പരിശുദ്ധയാണ് എന്നർത്ഥവും എടുക്കാം. ഒരു കലർപ്പുമില്ല. പലതുണ്ടെന്നുള്ളതാണ് വാസ്തവത്തിൽ കലർപ്പ്. എന്നാൽ പലതിനെയെല്ലാം നീക്കി മാറ്റി ഏകമായ സത്യത്തെ അനുഭവിക്കുമ്പോൾ അത് കലർപ്പില്ലാത്ത ഭാവമാണ്. അതാണ് ഗൗരി. അത് കഴിഞ്ഞാൽ പറയുന്നു ഉമ. ഉമ എന്ന ശബ്ദത്തിന് ശാന്തത എന്നാണ് അർത്ഥം. അപ്പൊ അമ്മ ശാന്തതയാണ്. നമ്മുടെ മനസ്സടങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ശാന്തത വാസ്തവത്തിൽ അമ്മയുടെ സ്വരൂപം തന്നെയാണ്. എല്ലാ ഇളക്കങ്ങളും പ്രപഞ്ചത്തിനാണ്. ഇളക്കമില്ലാത്ത ഒരു ഭാവവും പ്രപഞ്ചത്തിനുണ്ട്. ആ ഭാവമാണ് ഉമ. ശങ്കരി, മംഗളത്തെ ചെയ്യുന്നവൾ. ഭക്തന് എന്താണോ ക്ഷേമമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്, അത് നോക്കി ചെയ്യും. നമ്മൾ ചോദിക്കുന്നത് എപ്പോഴും നമുക്ക് ഗുണത്തിനുള്ളതാകണമെന്നില്ല. നമുക്ക് ആഗ്രഹങ്ങൾ പലതുണ്ടാകും. അപ്പൊ നമ്മൾ എല്ലാ ആഗ്രഹങ്ങളും അമ്മയോട് ചോദിച്ചാലും അമ്മ നോക്കി നമുക്ക് ഏറ്റവും നല്ലത് ഏതാണോ, ഏത് ആഗ്രഹത്തെ പൂർത്തീകരിച്ചാലാണോ നമുക്ക് ക്ഷേമം ഉണ്ടാവുക, അത് നമുക്ക് ചെയ്യും. നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ചെയ്തു തരും. ഭക്തരോട് അത്രയും കരുണയുള്ളവളായതുകൊണ്ട് ശങ്കരിയാണ് അമ്മ. ശങ്കരന്റെ ശക്തിയായിരിക്കുന്നവൾ എന്നർത്ഥവും എടുക്കാം. ശങ്കരൻ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം എന്ന് പറയാം. പരബ്രഹ്മത്തിൽ നമ്മൾ ശക്തിയായി ദർശിക്കുന്നവൾ ആരോ അവൾ ശങ്കരി എന്നർത്ഥവും ഇവിടെ വരുന്നു. കൗമാരി, കുമാരന്റെ ശക്തിയായിരിക്കുന്നവൾ എന്നൊരർത്ഥം എടുക്കാം. കുമാരൻ എന്നാൽ സുബ്രഹ്മണ്യ സ്വാമി.
സുബ്രഹ്മണ്യസ്വാമിയിലൂടെ പ്രകാശിക്കുന്ന ശക്തി എന്ന് കൗമാരി എന്ന ശബ്ദത്തിന് ഒരർത്ഥം. കൗമാരം എന്ന് പറഞ്ഞാൽ 5 വയസ്സ് വരെയാണെന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ആ ഭാവത്തിൽ ഇരിക്കുന്നവൾ എന്നർത്ഥം. കാരണം അമ്മയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ നിത്യ യുവതിയാണെന്ന് സങ്കല്പിക്കാനും കൗമാരി എന്ന് പറയും. ചില ശാസ്ത്രങ്ങളിൽ 16 വയസ്സ് വരെയൊക്കെയാണ് കൗമാരം പറയുന്നത്, ചിലത് 12 പറയുന്നത്, പൊതുവെ 5 വയസ്സാണ് പറയുന്നത്. അപ്പോൾ നിത്യ യുവത്വത്തെ സങ്കല്പിക്കാനായി കൗമാരി എന്ന് വിളിക്കുന്നു. നിത്യയുവത്വം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ശക്തിയുടെ സ്വരൂപം മാറ്റമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഒരു മാറ്റവും ഇല്ലാത്ത തത്വമാണ് അമ്മ. അതുകൊണ്ട് അമ്മ കൗമാരിയാണ്. നിഗമാർത്ഥ ഗോചരകരി. നിഗമം എന്നാൽ വേദം. വേദത്തിന്റെ അർത്ഥത്തെ വ്യക്തമാക്കുന്നവളാണ് നിഗമാർത്ഥ ഗോചരകരി. വേദത്തിന്റെ അർത്ഥം വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൃപയില്ലാതെ നമുക്ക് പരമമായ തത്വം ഒരിക്കലും ഗ്രഹിക്കാൻ സാധിക്കില്ല. നമ്മുടെ പുരുഷാർത്ഥം കൊണ്ട് ഒരിക്കലും അത് വെളിപ്പെടില്ല. അമ്മയുടെ കൃപയുണ്ടാകണം. അപ്പോൾ സാധന ചെയ്യുന്നത് വാസ്തവത്തിൽ സത്യത്തെ അറിയാനല്ല, അമ്മയുടെ കൃപയെ സമ്പാദിക്കാനാണ്. ആ കൃപയുണ്ടായാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായി സംഭവിക്കും. വേദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം തന്നെയാണ്. വേദത്തിന്റെ സാരം ബ്രഹ്മമാണ്. അപ്പോൾ ആ ബ്രഹ്മത്തെ നമുക്ക് സ്വയമേവ പ്രകാശിപ്പിച്ച് കിട്ടും അമ്മയുടെ കരുണയുണ്ടെങ്കിൽ. അതുകൊണ്ട് നിഗമാർത്ഥ ഗോചരകരിയാണ് അമ്മ എന്നിവിടെ പറയുന്നു. ഓംകാര ബീജാക്ഷരി. ഓംകാരമാകുന്ന ബീജാക്ഷര സ്വരൂപത്തിൽ വസിക്കുന്നവർ. ബീജാക്ഷരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ശബ്ദങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന അതിശക്തമായ മന്ത്രഭാവങ്ങളാണ്. അവയ്ക്ക് പലപ്പോഴും അർത്ഥമില്ല, എന്നാൽ അവയ്ക്കൊരു ശക്തിയുണ്ട്. ഓരോ മന്ത്രശബ്ദത്തിനും ഓരോ ശക്തിയുണ്ടെന്ന് ഋഷി ദർശിച്ച് മനസ്സിലാക്കിയതാണ്. ഒരു മന്ത്രമുണ്ടാക്കി ഇതിന് ഇന്നതാണ് ശക്തി എന്ന് ഋഷി കൽപ്പിക്കുകയല്ല. ഓരോ മന്ത്രശബ്ദങ്ങളും ധ്യാനത്തിലൂടെ കിട്ടുന്ന സമയത്ത് അത് ജപിച്ച് അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിച്ച് ഒരു ശാസ്ത്രജ്ഞനെ പോലെ മനസ്സിലാക്കി ഇന്ന മന്ത്രബീജത്തിന് ഇന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് മന്ത്രശാസ്ത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും മൂലത്തിലുള്ള ബീജമന്ത്രമാണ് ഓം. ഓം എന്നുള്ളത് ധ്യാനത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ശബ്ദതരംഗമാണ്. അത് പ്രപഞ്ചത്തിന്റെ സാരം അതിലടങ്ങിയിട്ടുണ്ടെന്ന് ഋഷി പറയുന്നു. മനുഷ്യന്റെ സാരം അതിലുണ്ട്, വേദത്തിന്റെ സാരം അതിലുണ്ട്. അങ്ങനെയുള്ള ഓംകാരമാകുന്ന ബീജസ്വരൂപത്തിൽ ആ മന്ത്രഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്നവർ, നമുക്കുള്ളിൽ ആ ഭാവത്തിൽ ഉദിക്കുന്നവളായതുകൊണ്ട് ഓംകാര ബീജാക്ഷരി എന്നർത്ഥമെടുക്കാം. അമ്മയെ സദാ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ഓംകാരധ്വനി നമുക്ക് കേൾക്കാൻ സാധിക്കും. അമ്മ ആ മന്ത്രഭാവത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുമെന്ന അർത്ഥത്തിലും ഓംകാര ബീജാക്ഷരി എന്നിവിടെ പറയുന്നു. മോക്ഷദ്വാര കപാട്ട പാട്ടനകരി. മോക്ഷമാകുന്ന ദ്വാരത്തെ, മോക്ഷമാകുന്ന ദ്വാരം എന്ന് പറയാം, അല്ലെങ്കിൽ മോക്ഷത്തിലേക്കുള്ള ദ്വാരം എന്ന് പറയാം. ആ ദ്വാരം അടഞ്ഞിരിക്കുകയാണ്. കാരണം നമുക്ക് ഒരുപാട് വാസനകൾ ഇവിടെ ഉണ്ട്. ആ വാസനകളിൽ നിന്ന് ജനിക്കുന്ന അജ്ഞാനം ആ ദ്വാരത്തെ അടച്ചിരിക്കുകയാണ്. അപ്പൊ മോക്ഷത്തെ മറച്ചിരിക്കുന്ന ദ്വാരം അജ്ഞാനമാണ്. ആ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നവളാണ്, നശിപ്പിക്കുന്നവളാണ്. എന്നിട്ട് നമുക്ക് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു, മുക്തിയെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് മോക്ഷദ്വാര കപാട്ട പാട്ടനകരി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. കാശീപുരാധീശ്വരി, കൃപാവലംബനകരി, മാതാന്നപൂർണേശ്വരി, ഭിക്ഷാം ദേഹി. അല്ലയോ അമ്മേ, എനിക്ക് ഭിക്ഷയെ നൽകിയാലും എന്നിവിടെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. ദൃശ്യ വിഭൂതി വാഹനകരി, ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരി, ലീലാ നാടക സൂത്ര ഭേദനകരി, വിജ്ഞാന ദീപാങ്കുരി, ശ്രീ വിശ്വേശ മനഃപ്രസാദനകരി, കാശീപുരാധീശ്വരി, ഭിക്ഷാം ദേഹി കൃപാവലംബനകരി, മാതാന്നപൂർണേശ്വരി. ദൃശ്യ വിഭൂതി വാഹനകരി. വിഭൂതി എന്നാൽ ശ്രേഷ്ഠമായത്, വളരെയധികം ശോഭിക്കുന്നത് എന്നർത്ഥമെടുക്കാം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ശോഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതും കാണാൻ സാധിക്കാത്തതും, ചിലതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള വിഭൂതികളെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ സൂര്യൻ, ചന്ദ്രനൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന വിഭൂതികളാണ്. എന്നാൽ ചിലതിൻ്റെ എല്ലാം സാന്നിധ്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഉണ്ടെന്ന് അനുമാനിക്കാനേ പറ്റും, നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ദൃശ്യവും അദൃശ്യവുമായ വിഭൂതികളെ വഹിക്കുന്നവളാണ്. ഈ വിഭൂതികളെല്ലാം അമ്മയിലാണ് വസിക്കുന്നത്, അമ്മയുടെ നിയന്ത്രണത്തിലാണ് ഇവ ജ്വലിക്കുന്നത്. അതുകൊണ്ട് ദൃശ്യ വിഭൂതി വാഹനകരി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരി.
ഭാണ്ഡം എന്നാൽ പാത്രം. ബ്രഹ്മാണ്ടത്തെ ധരിച്ചിരിക്കുന്ന പാത്രം പോലെയുള്ള ഉദരമുള്ളവൾ എന്നർത്ഥമെടുക്കാം. അപ്പോൾ ബ്രഹ്മാണ്ടം അമ്മയുടെ ഉദരത്തിലാണ്. അമ്മ ലോകജനനിയാണെന്ന് പറഞ്ഞു. ബ്രഹ്മാണ്ടമാണ് ഈ ലോകമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നത്. അത് ജനിച്ചിട്ടുള്ളത്, അത് ഉദ്ഭവിച്ചിട്ടുള്ളത് അമ്മയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ലോകജനനി. അപ്പോൾ അമ്മയിൽ നിന്ന് ജനിച്ചു എന്ന് കാണിക്കാനായി ബ്രഹ്മാണ്ടത്തെ തന്നെ തൻ്റെ ഉദരത്തിൽ വെച്ചിരിക്കുന്നവളാണ്. ഒരു പാത്രമായി തൻ്റെ ഉദരത്തെ മാറ്റിയിരിക്കുന്നു എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. പിന്നെ അമ്മയുടെ വലിപ്പത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ബ്രഹ്മാണ്ടത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതിനതീതമായി നിൽക്കുന്ന അത്രയും വ്യാപ്തിയുള്ള, അത്രയും മഹത്വമുള്ള ശക്തിവിശേഷമാണ് താൻ എന്നിവിടെ മനസ്സിലാക്കണം. ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരി ലീലാനാട്ടക സൂത്ര ഭേദനകരി. സൂത്രം എന്നാൽ ചരട്. ലീലാനാടകം, ലീല എന്നാൽ കളി, നാടകം എന്നാൽ നമുക്കൊക്കെ അറിയാം നാടകം തന്നെ. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം വാസ്തവത്തിൽ ലീലാനാടകമാണ്. ഒരു കളിയായി നമ്മൾ നടിക്കുകയാണ്, അഭിനയിക്കുകയാണ്. യാഥാർത്ഥ്യത്തിലുള്ളതല്ല. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം പരബ്രഹ്മം തന്നെയാണ്. ഒരു ഇളക്കവും ഇല്ലാത്ത, ഒരു ആഗ്രഹവും ഇല്ലാത്ത, ഒരു കർമ്മവും ഇല്ലാത്ത ചൈതന്യമാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മൾ ഇവിടെ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അജ്ഞാനമാകുന്ന ചരടിനാൽ നമ്മൾ കെട്ടപ്പെട്ടിരിക്കുന്നു. ആ ചരട് നമ്മളെ കെട്ടിയിട്ടതുകൊണ്ട് ആ ചരട് വലിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ യന്ത്രാരൂഢാനി മായയ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഏതാണ്ട് അതേ ഭാവത്തിലാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒരു ചരട് കൊണ്ട് മായ എങ്ങനെ നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ അമ്മയെ ആശ്രയിച്ചാൽ, ആ മായയ്ക്കും അതീതമായി നിൽക്കുന്ന ആ പരാശക്തിയെ നമ്മൾ ആശ്രയിച്ചാൽ ആ ചരടിനെ അവൾ മുറിക്കും. മായയിൽ നിന്ന് നമുക്ക് മോചനം നൽകും. പിന്നെ ഈ ലീലാ നാടകം ഇല്ല. പിന്നെ നമുക്ക് നിത്യാനന്ദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലീലാ നാടക സൂത്ര ഭേദനകരി എന്നിവിടെ അമ്മയെ വിളിച്ചിരിക്കുന്നു. വിജ്ഞാന ദീപാങ്കുരി, വിജ്ഞാനമാകുന്ന നാളസ്വരൂപത്തിലിരിക്കുന്നവൻ. നമ്മുടെ ഉള്ളിൽ എല്ലാ അറിവിൻ്റെയും മൂലത്തിൽ ചെന്ന് നിന്നാൽ ശുദ്ധമായ ജ്ഞാനമുണ്ട്. അതിനെ ഒരു ദീപാങ്കുരമായി ഇവിടെ സങ്കല്പിച്ചിരിക്കുകയാണ്. ആ ഭാവത്തിൽ ഓരോ ഭക്തന്റെയും ഉള്ളിൽ പ്രകാശിക്കുന്നവളാണ് അമ്മ. സദാ നമ്മോടൊപ്പമുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. സാധനയിലൂടെ നമ്മുടെ അശ്രദ്ധകളെ ഇല്ലാതെയാക്കി ശ്രദ്ധയെ ഹൃദയത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ജ്ഞാനമാകുന്ന നാളമായി അകത്ത് തന്നെ നമുക്ക് അമ്മയെ കാണാൻ സാധിക്കും. അതുകൊണ്ട് വിജ്ഞാന ദീപാങ്കുരിയാണ് അമ്മ. ശ്രീ വിശ്വേശ മനഃപ്രസാദനകരി. ശ്രീ വിശ്വേശൻ, വിശ്വേശൻ എന്ന് പറഞ്ഞാൽ വിശ്വത്തിൻ്റെ ഈശൻ ശിവൻ. ആ വിശ്വേശന്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുന്നവൾ. അമ്മയുടെ സാന്നിധ്യം ഭഗവാന്റെ മനസ്സിന് പ്രസാദത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പൊ അമ്മ അടുത്തുള്ളത് ഭഗവാന്റെ മനഃപ്രസാദത്തിന് കാരണമാണ്. അപ്പൊ അമ്മ സദാ ഭഗവാന്റെ അടുത്തിരിക്കുന്നു എന്നാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. സദാ ഭഗവാനോട് ചേർന്നിരിക്കുന്നു ശക്തി. ശിവനും ശക്തിയും രണ്ടായി നമ്മൾ കാണുന്നതാണ്, ഒന്നാണ് വാസ്തവത്തിൽ. അമ്മ ഏത് അച്ഛൻ ഏതെന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരൊന്നാണ്, പക്ഷെ രണ്ടായി നമ്മൾ കാണുന്നു. അപ്പൊ രണ്ടായി കാണുന്ന സമയത്തും ഒന്നാണെന്ന ബോധമുണ്ടാവാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ പ്രയോഗങ്ങൾ പലപ്പോഴായി പല ശ്ലോകങ്ങളിലും നമ്മൾ കാണുന്നത്. അപ്പോൾ വിശ്വേശന്റെ മനസ്സിനെ പ്രസാദത്തെ ചെയ്യുന്നവൾ, സദാ വിശ്വേശനോട് വസിച്ചുകൊണ്ട് ആനന്ദം, രണ്ടുപേരും ആനന്ദ സ്വരൂപികളാണ്. അപ്പൊ ആ ആനന്ദം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ സങ്കല്പിക്കണം. കാശി പുരാധീശ്വരി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി ഭിക്ഷാം ദേഹി. അല്ലയോ അമ്മേ, എനിക്ക് ഭിക്ഷയെ നൽകിയാലും എന്നിവിടെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തതായി 6ാമത്തെ ശ്ലോകമാണ്. ഉർവി സർവജനേശ്വരി ഭഗവതി മാതാന്നപൂർണേശ്വരി വേണി നീല സമാന കുന്തലഹരി നിത്യാന്നദാനേശ്വരി സർവാനന്ദകരി സദാ ശുഭകരി കാശി പുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി. ഉർവി എന്നാൽ ഭൂമി. നമുക്ക് ആധാരം ഭൂമിയാണ്. ഭൂമിയില്ലെങ്കിൽ നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വാസനകളെ തീർത്ത് നമുക്ക് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് നമ്മൾ പരമമായ പദത്തിലേക്ക് ഉയരണമെങ്കിൽ നമുക്ക് ഭൂമി ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭൂമിയായി നമുക്ക് ചുറ്റും പ്രകാശിക്കുന്നവൾ, നമുക്ക് ചുറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് ആധാരമായി വസിക്കുന്നവൾ. അപ്പൊ ഭൂമിദേവിയാണ് അമ്മ. അതുകൊണ്ട് ഉർവി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. സർവജനേശ്വരി, ഈ ഭൂമിയിലുള്ള എല്ലാ ജനങ്ങളുടെയും ഈശ്വരിയായിരിക്കുന്നവൾ, അവരെ നിയന്ത്രിക്കുന്നവൾ. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാവരും അമ്മയെ ആശ്രയിക്കണം എന്ന ധ്വനി ഇവിടെയുണ്ട്. കാരണം എല്ലാവർക്കും ഈശ്വരിയാണ്.
ജന എന്ന് പറഞ്ഞാൽ ജനിച്ചവരാണ്. അപ്പൊ ജനിച്ചവരെന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ഇവിടെ ഉൾപ്പെട്ടു, വൃക്ഷങ്ങളടക്കം ഇതിൽ ഉൾപ്പെട്ടു. അപ്പോൾ അങ്ങനെ സർവജനേശ്വരി ആയിരിക്കുന്നവളാണ് അമ്മ ഭഗവതി. ഭഗ എന്നാൽ ഐശ്വര്യം. 6 വിധത്തിലുള്ള ഐശ്വര്യമാണ്. ഐശ്വര്യം എന്ന് സാമാന്യ അർത്ഥം എടുത്താൽ മതി. ആ ഐശ്വര്യത്തിന് നിദാനമായിരിക്കുന്നവൾ, ആ ഐശ്വര്യത്തിന്റെ ഉറവിടമായിരിക്കുന്നവൾ, ആ ഐശ്വര്യമായി ലോകത്തിൽ പ്രകാശിക്കുന്നവൾ, അങ്ങനെയുള്ള അമ്മ ഭഗവതി. മാതാ അന്നപൂർണേശ്വരി, അന്നപൂർണയായിരിക്കുന്ന ഈശ്വരി, മാതാവ്, ലോകത്തിന് ജനനിയായിരിക്കുന്നവൾ. വേണി നീല സമാന കുന്തലഹരി. കുന്ത ശബ്ദത്തിന് അതൊരു ആയുധമാണ്. കുന്തം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അതേ അർത്ഥം തന്നെയാണ്. സ്പിയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. വളരെ നീളനെയുള്ള ആയുധമാണ്. അതിൻ്റെ അറ്റം കൂർത്തിരിക്കും. അങ്ങനത്തെ ഒരുപാട് കുന്തങ്ങളുടെ ഒരു ലഹരി, ലഹരി എന്ന് പറഞ്ഞാൽ തിര, അങ്ങനെ തിരയായി ഒഴുകുന്നുവോ, ഒരുപാട് ആയുധങ്ങൾ തിരയായി ഒഴുകുന്നുവോ എന്ന് തോന്നുന്ന പോലത്തെ കറുത്ത മുടിയിഴകൾ ഉള്ളവൾ. അമ്മയുടെ മുടി ഇവിടെ ഒരു ആയുധത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. സാധാരണ വെറും അലങ്കാരമായി നമ്മൾ കാണുന്ന മുടി പോലും ആയുധമാണ്. കാരണം അമ്മയുടെ ഓരോ അംഗവും നമ്മൾ സങ്കല്പിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ അതെല്ലാം പ്രപഞ്ചത്തിന്റെ ശക്തിയാണ്. പ്രപഞ്ചത്തിനൊരു ആകാരം കൊടുത്തതാണ് അമ്മയുടെ സ്വരൂപം. യഥാർത്ഥത്തിൽ അമ്മ എങ്ങനെയെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയൂ. നമ്മൾ നമ്മുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ട് മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു രൂപം സങ്കല്പിക്കുകയാണ്. അപ്പൊ ആ സങ്കല്പത്തിൽ ഓരോ അംഗത്തിനും സവിശേഷതയുണ്ട്. ആ സവിശേഷത മനസ്സിലാക്കിക്കൊണ്ടാണ് അതത് അംഗങ്ങളെ ധ്യാനിക്കുന്നത്, സൂക്ഷ്മമായ അർത്ഥങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ മുടിയെ ആയുധങ്ങളോടാണ് ഉപമിച്ചിട്ടുള്ളത്. ആയുധങ്ങൾ ഒരു തിരയായി പ്രവഹിക്കുന്ന പോലത്തെ മുടിയുള്ളവൾ, അത്രയും ശക്തിയുള്ളവളാണെന്ന സൂചനയാണ് ഇവിടെ ഉള്ളത്. നിത്യാന്നദാനേശ്വരി, നിത്യം അന്നത്തെ ദാനം ചെയ്യുന്നവൾ. നിത്യം അന്നത്തെ ദാനം ചെയ്യുന്നു പറഞ്ഞാൽ ഈ പ്രപഞ്ചമായി പ്രകാശിക്കുന്നവൾ എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഇവിടെ അനുനിമിഷം നമുക്ക് ഓരോന്ന് ഭുജിക്കാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നൽകുന്നത് അമ്മ തന്നെയാണ്. സർവാനന്ദകരി, എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവൾ, എല്ലാ തരത്തിലുള്ള ആനന്ദവും നൽകുന്നവൾ. ആനന്ദത്തിന്റെ പരിപൂർണ അവസ്ഥ മാത്രമല്ല, അതിലേക്കുള്ള ഓരോ പടിയും, ചെറിയ ചെറിയ സുഖങ്ങൾ പോലും അമ്മ തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് സർവാനന്ദകരി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. സദാശുഭകരി, എപ്പോഴും ശുഭത്തെ ചെയ്യുന്നവൾ. ശുഭം എന്ന് പറഞ്ഞാൽ ക്ഷേമമായതെന്തോ എന്ന് അർത്ഥമെടുക്കാം. ക്ഷേമം എന്ന് പറഞ്ഞാൽ മോക്ഷം. മനുഷ്യന് ഏറ്റവും ശുഭമായത് മോക്ഷമാണ്. അപ്പൊ മോക്ഷത്തിന് അനുയോജ്യമായത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് സദാശുഭകരി എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള കാശീപുരാധീശ്വരി, കൃപാവലംബനകരി, മാതാന്നപൂർണേശ്വരി, ഭിക്ഷാം ദേഹി, എനിക്ക് ഭിക്ഷയെ നൽകിയാലും അമ്മേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം 7ാമത്തെ ശ്ലോകമാണ്. ആദിക്ഷാന്ത സമസ്ത വർണ്ണനകരി, ശംഭോസ്ത്രിഭാവാകരി, കാശ്മീരാ ത്രിജലേശ്വരി, ത്രിലഹരി, നിത്യാങ്കുരാ ശർവരി, കാമാകാംക്ഷകരി, ജനോദയകരി, കാശീപുരാധീശ്വരി, ഭിക്ഷാം ദേഹി, കൃപാവലംബനകരി, മാതാന്നപൂർണേശ്വരി. ആദിക്ഷാന്ത സമസ്ത വർണ്ണനകരി. ആദിക്ഷാന്ത എന്ന് പറഞ്ഞാൽ ആയിൽ നിന്ന് തുടങ്ങി ക്ഷായിൽ അവസാനിക്കുന്ന, അതായത് ഭാഷയിലുള്ള എല്ലാ ശബ്ദങ്ങളെയും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ആ ശബ്ദങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് ആദിക്ഷാന്ത സമസ്ത വർണ്ണനകരി എന്ന അമ്മയെ വിളിച്ചിരിക്കുന്നു. വാക്ക് പ്രദാനം ചെയ്യുന്ന വാഗ്ദേവതയാണമ്മ, സരസ്വതിയാണമ്മ. അമ്മയുടെ കരുണയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലെ ആശയങ്ങളെ അഭിവ്യക്തമാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പരസ്പരം സംസാരിക്കാനും ആശയവിനിമയം നടത്താനും വാക്കായി നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നവളാണ് അമ്മ. ശംഭോസ്ത്രിഭാവാകരി, ശംഭുവിൻ്റെ 3 ഭാവങ്ങളെ ചെയ്യുന്നവൾ. ശംഭു എന്ന് പറഞ്ഞാൽ ഇവിടെ ശിവനെയാണ് സൂചിപ്പിക്കുന്നത്. ശിവന്റെ 3 ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ത്രിമൂർത്തി സങ്കല്പത്തെ നമുക്കെടുക്കാം. അതായത് സൃഷ്ടിക്കുക, പാലിക്കുക, ഇല്ലാതെയാക്കുക എന്ന 3 പ്രവൃത്തിയും ചെയ്യുന്ന 3 ഭാവത്തിൽ. കാരണം ബ്രഹ്മാവെന്നും വിഷ്ണുവെന്നും മഹേശനെന്നും വിളിക്കുന്നത് ശംഭുവിനെ തന്നെയാണ്, ആ പരബ്രഹ്മത്തെ തന്നെയാണ്. അപ്പൊ അങ്ങനെ 3 ഭാവത്തെ ചെയ്യുന്നവളാണ് ശംഭോസ്ത്രിഭാവാകരി എന്ന് പറയുന്നു. അതായത് 3ഉം ചെയ്യുന്നത് വാസ്തവത്തിൽ അമ്മ തന്നെയാണ്. ശക്തിയാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ നമ്മളത് കാണുന്നില്ല. നമ്മൾ കാണുന്ന ഭാവത്തിന് നമ്മൾ ഓരോ രൂപവും നാമവും കൽപ്പിക്കുകയാണ്. അങ്ങനെ രൂപനാമങ്ങൾ കൽപ്പിക്കുന്ന സമയത്തും ഇത് ഏകമാണെന്ന ബോധമുണ്ടാകണമെന്ന സൂചന ഇവിടെ നൽകിയിട്ടുണ്ട്. കാശ്മീര,
കുങ്കുമത്തിൻ്റെ നിറമുള്ളവൾ. അമ്മയെ എപ്പോഴും ധ്യാനിക്കുക ആ അരുണ നിറത്തിലാണ്, ആ ചുവന്ന നിറത്തിലാണ്. അപ്പോൾ അങ്ങനത്തെ രൂപത്തിലുള്ളവൾ എന്ന് അർത്ഥം. ത്രിജലേശ്വരി, 3 ജലങ്ങൾക്കും ഈശ്വരി ആയിരിക്കുന്നവൾ. 3 ജലങ്ങൾ എന്ന് പറയുമ്പോൾ 3 ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഈ 3 ശക്തികളെയും നദികളായി സങ്കല്പിച്ചാൽ അവ ഇങ്ങനെ ഒഴുകുന്നത് അമ്മയുടെ ഇച്ഛ കൊണ്ടാണ്, കരുണ കൊണ്ടാണ്. അമ്മയിൽ നിന്ന് ഉദ്ഭവിച്ചിട്ടാണ് അത് ലോകത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 3 ശക്തികൾക്കും ഇരിപ്പിടമായിരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ, 3നെയും നിയന്ത്രിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ഇവിടെ ത്രിജലേശ്വരി എന്ന് വിളിച്ചിരിക്കുന്നു. ത്രിലഹരി, ലഹരി എന്നാൽ തിര, 3 തിരകളായി ശോഭിക്കുന്നവൾ. 3 തിര എന്ന് പറഞ്ഞാൽ തിരയുടെ 3 ഭാവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഉദ്ഭവം, നിലനിൽപ്പ്, ലയം. ഈ 3 ഭാവങ്ങളെയാണ് നമ്മൾ രജസ്, സത്വം, തമസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 3 ഭാവങ്ങളായിരിക്കുന്നവൾ, 3 ഗുണങ്ങളായിരിക്കുന്നവൾ എന്നിവിടെ ത്രിലഹരി എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. നിത്യാങ്കുര, അങ്കുരം എന്ന് പറഞ്ഞാൽ മുളയ്ക്ക, സ്പ്രൗട്ട് എന്ന് പറയും, അതാണ് അങ്കുര ശബ്ദത്തിന്. നിത്യം മുളച്ചുകൊണ്ടിരിക്കുന്നവൾ, അതായത് നിത്യം ഓരോ ഭാവത്തിൽ ആവിർഭവിച്ചു കൊണ്ടിരിക്കുന്നവൾ, പ്രപഞ്ചാകാരമായിരിക്കുന്നവൾ എന്നർത്ഥം. കാരണം പ്രപഞ്ചത്തിൽ സദാ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും ഇല്ലാതെയാകുന്നു, പുതിയതായി പലതും മുളച്ചു വരുന്നു. അപ്പോൾ അങ്ങനെ പ്രപഞ്ചാകാരമായിരിക്കുന്നവൾ ആയതുകൊണ്ട് നിത്യാങ്കുര എന്ന് വിളിച്ചിരിക്കുന്നു. ശർവരി, ശർവരി എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് അർത്ഥം. ഇവിടെ രാത്രി എന്ന് സാമാന്യാർത്ഥത്തിൽ എടുക്കാം, കാരണം പ്രകാശവും അമ്മയാണ്, ഇരുട്ടും അമ്മയാണ്. രാത്രി എന്നതിന് പ്രളയം എന്ന അവസ്ഥയും നമുക്ക് സങ്കല്പിക്കാം. എല്ലാം ലയിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയെ ഇവിടെ ശർവരി എന്ന് വിളിച്ചിരിക്കുന്നു. ആ ഭാവത്തിലും ശേഷിക്കുന്നത് അമ്മ തന്നെയാണ്. ആ ഭാവത്തിൽ ഇരിക്കുന്നവളായതുകൊണ്ട് ശർവരി. കാമാകാംക്ഷകരി, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ജനിപ്പിക്കുന്നതും അമ്മയാണ്. അത് നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നതും അമ്മയാണ്. അത് നമുക്ക് അതിൻ്റെ ഫലത്തെ നൽകുന്നതും അമ്മയാണ്. കാരണം ഈ പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്ന ഏകശക്തിയാണ്. അപ്പോൾ എല്ലാ ശക്തികളും അമ്മയായതുകൊണ്ട് കാമാകാംക്ഷകരി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ജനോദയകരി, ജനത്തിൻ്റെ ഉദയത്തെ ചെയ്യുന്നവൾ. ഉദയം എന്നാൽ ഉയർച്ച, ജനത്തെ ഉയർത്തുന്നവൾ. ഇവിടെ ജനിച്ചവർക്കെല്ലാം ഇവിടെ തന്നെ കഴിയാനല്ല വിധി. ഇവിടെ നിന്ന് പടിപടിയായി ഉയർന്ന് ആ പരബ്രഹ്മ തലത്തിലേക്ക് എത്താനുള്ള അധികാരം, അവകാശമുണ്ട്. അതവരെ ബോധിപ്പിച്ചുകൊണ്ട് സാധനയിലൂടെ അവരെ കുറേശ്ശെ ഉയർത്തി ആ പരമപദത്തിലേക്ക് അവരെ എത്തിക്കുന്നവളായതുകൊണ്ട് ഇവിടെ പറയുന്നു ജനോദയകരി. കാശി പുരാധീശ്വരി, ഭിക്ഷാം ദേഹി കൃപാവലംബനകരി, മാതാന്നപൂർണേശ്വരി. അല്ലയോ അമ്മേ, എനിക്ക് ഭിക്ഷയെ നൽകിയാലുമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. ദേവി സർവ വിചിത്ര രത്നരചിത ദാക്ഷായണി സുന്ദരി, വാമേ സ്വാദു പയോധര പ്രിയകരി, സൗഭാഗ്യമാഹേശ്വരി, ഭക്താഭീഷ്ടകരി, സദാശുഭകരി, കാശീപുരാധീശ്വരി, ഭിക്ഷാം ദേഹി കൃപാവലംബനകരി, മാതാന്നപൂർണേശ്വരി. ദേവി, പ്രകാശസ്വരൂപമായവൾ. പ്രകാശമാണ് അമ്മയുടെ സ്വരൂപം. അമ്മയെ ഉപമിക്കാൻ ഏറ്റവും നല്ലത് പ്രകാശമാണ്. കാരണം പ്രകാശമുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാം അറിയുന്നത്. പ്രകാശമില്ലെങ്കിൽ അറിവ് എന്നൊന്നില്ല. അപ്പൊ അറിവിന്റെ തന്നെ മൂർത്തിമത് ഭാവമായതുകൊണ്ട് ദേവി എന്ന് വിളിക്കുന്നു. സർവ വിചിത്ര രത്നരചിത, വിചിത്രം പല നിറത്തിലുള്ള രത്നങ്ങളെ, പല നിറത്തിലുള്ള എല്ലാ രത്നങ്ങളെയും രചിച്ചവളാണ് സർവ വിചിത്ര രത്നരചിത. ഇവിടെ പലതരത്തിലുള്ള രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതകളെയാണ് സൂചിപ്പിക്കുന്നത്. ശ്രേഷ്ഠരായ വ്യക്തികളിൽ അവരുടെ ശ്രേഷ്ഠതയെ നമ്മൾ ആദരിക്കും. അവരോട് പലപ്പോഴും നമുക്ക് ആരാധനയും തോന്നും. എന്നാൽ ഈ ശ്രേഷ്ഠതകളെ എല്ലാം രചിച്ചിരിക്കുന്നത് ദേവിയാണ്. ഇപ്പൊ നവരത്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ സങ്കല്പങ്ങളുണ്ട്. ശ്രേഷ്ഠരായ ആൾക്കാരെയാണ് നമ്മൾ രത്നമായിട്ട് ഉപമിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ രത്നസമാനമായി ആരെല്ലാം ഉണ്ടോ, എന്തെല്ലാം ഉണ്ടോ, അതെല്ലാം വാസ്തവത്തിൽ നിർമ്മിക്കുന്നത് അമ്മയാണ്. അമ്മയുടെ കൃപയുള്ളത് കൊണ്ട് മാത്രമാണ് ആ ശ്രേഷ്ഠത അവർക്ക് ലഭിച്ചത്. അപ്പൊ ശ്രേഷ്ഠരായ വ്യക്തിയോട് നമുക്ക് ആദരവും ആരാധനയും തോന്നുമ്പോൾ അത് വാസ്തവത്തിൽ ചെന്നെത്തേണ്ടത് അമ്മയിലാണെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ അവരോടുള്ള ആദരവിനെ പോലും ഭക്തിയാക്കി മാറ്റി ഈശ്വരാനുഭൂതി നേടാൻ നമ്മൾ പ്രാപ്തരാകും. അതുകൊണ്ട് അമ്മയെ ഇവിടെ സർവവിചിത്ര രത്നരചിത എന്ന് വിളിച്ചിരിക്കുന്നു. ദാക്ഷായണി, ദക്ഷന്റെ മകളായി ജനിച്ചവർ. നമുക്ക് എല്ലാവർക്കും അറിയാം ആ കഥ. സതീദേവിയായിട്ടാണ് അമ്മ ആദ്യം അവതരിച്ചത്. അപ്പോൾ ദക്ഷന്റെ മകളായവളായതുകൊണ്ട് ദാക്ഷായണി. സുന്ദരി,
എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. കാരണം അമ്മയ്ക്കുള്ളത് എന്തോ അതാണ് സൗന്ദര്യം. എന്താണ് അമ്മയുടെ സൗന്ദര്യം? ആനന്ദം തന്നെയാണ്. ആനന്ദത്തെക്കാൾ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന വേറെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത് എന്തോ അതാണ് സൗന്ദര്യം. അപ്പൊ ആ സൗന്ദര്യത്തിന്റെ നമ്മൾ ഏറ്റവും കേന്ദ്രത്തിൽ ചെന്ന് നോക്കിയാൽ കാണുന്നത് ആനന്ദം തന്നെയാണ്. ആ ആനന്ദം സ്വരൂപമായിരിക്കുന്നവൾ സുന്ദരിയാണ് അമ്മ. ത്രിപുര സുന്ദരി എന്ന അമ്മയെ എപ്പോഴും വിളിക്കാറുണ്ട്. അത് ഈ ഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മനസ്സ് എവിടെയെല്ലാം ആകൃഷ്ടമാകുന്നുവോ അതെല്ലാം വാസ്തവത്തിൽ അമ്മയുടെ ഒരു ചെറിയ സ്ഫുരണമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ദേവിയുടെ അനുഭൂതി ഉണ്ടാകും. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും, ചെറിയൊരു വസ്തുവിനോട് തോന്നുന്ന ആകർഷണം പോലും ഈശ്വരാനുഭൂതിയിലേക്ക് നമ്മെ നയിക്കും. അതുകൊണ്ട് അമ്മ സുന്ദരിയാണെന്ന ബോധം സദാ ഉണ്ടാകണം. വാമേ സ്വാദുപയോധര പ്രിയകരി. വാമേ ഇടത്തു ഭാഗത്ത്, സ്വാദുപയോധര എന്ന് പറഞ്ഞാൽ മധുരമുള്ള പയസിന്, അതായത് പായസത്തെ ധരിച്ചിരിക്കുന്നവർ. ഇടതു ഭാഗത്ത് മധുരമുള്ള പായസത്തെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇടത് എന്ന് പറയുന്നത് അമ്മയ്ക്ക് നമുക്ക് രണ്ട് ഭാവം സങ്കല്പിക്കാം, വലതെന്നും ഇടതെന്നും. അതിൽ ഇടത് ഭാഗം ഭൗതികത്തെയും വലതു ഭാഗം ആത്മീയത്തെയുമായി നമുക്ക് സങ്കല്പിക്കാം. ഇത് സങ്കല്പമാണ്. അങ്ങനെ നമ്മൾ സങ്കല്പിക്കുന്ന സമയത്ത് ഇടത് ഭാഗത്ത് മധുരമായ പായസത്തെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൗതികമായ സുഖത്തെയും അമ്മയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന എല്ലാ സ്വാദുകളും, സ്വാദ് എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നത് എല്ലാം അതിൽ ഉൾപ്പെട്ടു. അതിൽ നമുക്ക് ഏറ്റവും രുചി തോന്നുന്നതിനെയാണ് നമ്മൾ സ്വാദുള്ളതെന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളതിനെ എല്ലാം പായസമായി സങ്കല്പിച്ചാൽ ആ പായസത്തെ ധരിച്ചിരിക്കുന്നത് അമ്മയാണ്. ആ പായസത്തെ നമുക്ക് നൽകിക്കൊണ്ട് അമ്മ നമുക്ക് പ്രിയത്തെ ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയകരി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഇങ്ങനെ ആ മധുരം, ഭൗതികമായ മധുരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ പ്രിയത്തെ ജനിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് അമ്മയുടെ കൃപ കൊണ്ടാണ് ഇത് ലഭിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ ക്രമേണ അമ്മയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരും, അമ്മയോടുള്ള പ്രിയം കൂടിക്കൂടി വരും. അങ്ങനെ നമ്മൾ അമ്മയോട് അടുക്കും. അപ്പൊ ഈ തുച്ഛമായ സുഖങ്ങളിലുള്ള വാസനയൊക്കെ കുറഞ്ഞു വന്ന് അവസാനം ശുദ്ധമായ ഭക്തി സ്ഫുരിക്കും. ആ സമയത്ത് അമ്മ ഏകാശ്രയമാകും. അങ്ങനെ മുക്തി ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നു, വാമേ സ്വാദുപയോധര പ്രിയകരി സൗഭാഗ്യമാഹേശ്വരി. സൗഭാഗ്യം ഭരിക്കുന്നവൾ ആരോ സൗഭാഗ്യമാഹേശ്വരി. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലേക്ക്, ഏറ്റവും ഉയർന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ പാകത്തിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. സാധാരണ തലത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ധനം ഉണ്ടാവുക, ഒരുപാട് പ്രശസ്തി ഉണ്ടാവുക, അതൊക്കെയാണ് നമ്മൾ കണക്കാക്കുക. അതിനെയും കണക്കാക്കാം. എന്നിരുന്നാലും അതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ഈശ്വര വിചാരമുണ്ടെങ്കിലാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. കാരണം അത് നമുക്ക് മോക്ഷത്തെ നൽകും. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം മുക്തി നേടുക എന്നുള്ളതാണ്. കാരണം മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം മോക്ഷമാണ്. അപ്പോൾ ആ സൗഭാഗ്യത്തിനെ ഭരിക്കുന്നവളാണ് മഹേശ്വരിയാണ്. അതുകൊണ്ട് സൗഭാഗ്യ മാഹേശ്വരി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. നമുക്ക് ആ സൗഭാഗ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മയുടെ അനുഗ്രഹം ലഭിച്ചു എന്ന് ഉറപ്പിക്കാം. കാരണം ആ സൗഭാഗ്യം, അതായത് മോക്ഷത്തിന് വേണ്ടുന്ന വാസനയും അതിനനുസരിച്ചുള്ള ഒരു അന്തരീക്ഷവും നമുക്ക് ചുറ്റുമുണ്ടായാൽ അമ്മ നമ്മിൽ സന്തോഷിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് സൗഭാഗ്യ മാഹേശ്വരി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഭക്താഭീഷ്ടകരി, ഭക്തരുടെ അഭീഷ്ടത്തെ നൽകുന്നവർ. ഭക്തർ എന്ത് ആഗ്രഹിച്ചാലും അമ്മ നൽകും. പൂർണ്ണ ശരണാഗതി നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് എന്തോ അത് നോക്കി നൽകും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് തന്നെ നിർത്തും, ആഗ്രഹിക്കുന്നത് തന്നെ ക്രമേണ നിർത്തും. എന്നാൽ അതിനു മുമ്പ് ഒരു തുടക്കക്കാരൻ കുറേശ്ശെ സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ ഒരു അമ്മ മകന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുന്ന പോലെ അമ്മ ചെയ്തു തരും. അത്രയും കരുണയോടുകൂടി, അത്രയും സ്നേഹത്തോടു കൂടി ഭക്തരെ സന്തോഷിപ്പിക്കുന്നവളാണ്, പരിപാലിക്കുന്നവളാണ് അമ്മ. അതുകൊണ്ട് ഭക്താഭീഷ്ടകരി എന്ന് വിളിച്ചിരിക്കുന്നു. സദാശുഭകരി, എപ്പോഴും ശുഭത്തെ ചെയ്യുന്നവൾ. കാശീപുരാധീശ്വരി, കൃപാവലംബനകരി, മാതാന്നപൂർണേശ്വരി, ഭിക്ഷാം ദേഹി. അല്ലയോ അമ്മേ, എനിക്ക് ഭിക്ഷയെ നൽകിയാലോ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം, ഇത് 9ാമത്തെ ശ്ലോകമാണ്. ചന്ദ്രാർക്കാനല കോട്ടി കോട്ടി സദൃശ ചന്ദ്രാംശു ബിംബാധരി ചന്ദ്രാർക്കാഗ്നി സമാന കുണ്ടലധരി ചന്ദ്രാർക്കവർണേശ്വരി മാലാപുസ്തക പാശാസാങ്കുശധരി കാശീപുരാധീശ്വരി
ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി. ചന്ദ്രാർക്കാനല കോട്ടി കോട്ടി സദൃശ. ചന്ദ്രൻ, അർക്കൻ, അനലൻ ഇവർക്കൊക്കെയുള്ളത് പ്രകാശമാണ്. ഇങ്ങനത്തെ ചന്ദ്രനും അർക്കനും അനലനുമുള്ള പ്രകാശത്തിന്റെ കോട്ടി കോട്ടി മടങ്ങാണ് അമ്മയുടെ പ്രകാശം. ഇത് വെറും ഉപമയാണ്, ഇതുപോലും പൂർണ്ണമല്ല. ഇത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റൂ എന്ന രീതിയിലാണ് ഇത് പറയുന്നത്. അതായത് ചന്ദ്രന്റെയും സൂര്യന്റെയും അഗ്നിയുടെയും ഒക്കെ പ്രകാശം കണ്ട് കണ്ണു മഞ്ഞളിച്ച് നിൽക്കുന്ന ഭക്തനോട് ഇവിടെ കവി പറയുകയാണ്, അതിനേക്കാൾ എത്രയോ മടങ്ങാണ് അമ്മയുടെ ശോഭ. ദിവിസൂര്യ സഹസ്രസ്യ എന്ന് പറഞ്ഞ് ഭഗവത്ഗീതയിൽ വർണ്ണിക്കുന്നുണ്ട് വിശ്വരൂപ ദർശന സമയത്ത്. അത്രയും പ്രകാശമാണ്. കാരണം പ്രകാശത്തിന്റെ മൂർത്തിമത് ഭാവമാണ് അമ്മ. പ്രകാശം എന്ന് നമ്മൾ അനുഭവിക്കുന്നതിന്റെ ഒക്കെ വേര് തേടി ചെന്നാൽ എത്തുന്നത് അമ്മയിലാണ്. അതുകൊണ്ട് ചന്ദ്രാർക്കാനല കോട്ടി കോട്ടി സദൃശ എന്ന് വിളിക്കുന്നു. ചന്ദ്രാംശു ബിംബാധരി. അധരം, ചുണ്ട്. അമ്മയുടെ ചുണ്ട് ബിംബപഴത്തെ പോലെ ചുവന്നിരിക്കുന്നു. ബിംബപഴം ഒരു ഫ്രൂട്ടാണ്, അതിൻ്റെ ചുവപ്പാണ് അമ്മയുടെ ചുണ്ടിനുള്ളത്. അതേപോലെ ചന്ദ്രന്റെ പ്രകാശവുമുണ്ട്, ഒരു തിളക്കമുണ്ട് ആ ചുണ്ടിന്. അപ്പോൾ അമ്മയെ രൂപമായി നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് അമ്മയുടെ ചുണ്ട് ധ്യാനിക്കുന്നത് വളരെ വിശേഷമാണ്. കാരണം അതിലൊരു ചിരിയുണ്ട്. ആ ചിരിയാണ് മായ. വാസ്തവത്തിൽ അമ്മയുടെ ചിരിയാണ് നമ്മൾ മായയായി സങ്കല്പിക്കുക. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അമ്മയുടെ ചിരിയായി ധ്യാനിക്കുന്നത് വളരെ വിശേഷമാണ്. അങ്ങനെ ധ്യാനിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്, നല്ല ചുവന്ന ചുണ്ടാണ്, ബിംബപഴത്തിന്റെ ചുവപ്പാണ് അതിന്. എന്നാൽ അതിനൊരു പ്രകാശമുണ്ട്, ഒരു കാന്തിയുണ്ട്. അത് തണുത്ത കാന്തിയാണ്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ അംശു എന്ന് പറയുന്നത്. ചന്ദ്രനെ കണ്ടാൽ തന്നെ മനസ്സ് ശാന്തമാകും. ചന്ദ്രന്റെ ഒരു കഴിവാണത്. മനസ്സിനെ ശാന്തമാക്കാനുള്ള ശേഷി അതിനുണ്ട്. അപ്പൊ അമ്മയുടെ ചുണ്ടിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശാന്തമാകും, ശീതളിമ അത് പകരും. അപ്പൊ അങ്ങനെയുള്ള ചുണ്ടോട് കൂടിയവൾ എന്നിവിടെ ചന്ദ്രാംശു ബിംബാധരി എന്ന് പറഞ്ഞിരിക്കുന്നു. ചന്ദ്രാർക്കാഗ്നി സമാന കുണ്ടലധരി. അമ്മയുടെ ചെവിയിലുള്ള കുണ്ടലങ്ങൾ ചന്ദ്രൻ, അർക്കൻ, അഗ്നിയെ പോലെ ശോഭിക്കുന്നു. അമ്മയുടെ ശോഭയാണ് ആദ്യം പറഞ്ഞത്. കോട്ടി കോട്ടി സദൃശ എന്ന് പറഞ്ഞത്, അതായത് ഇവർക്കൊക്കെ എത്രയോ മടങ്ങാണ് അമ്മയുടെ ശോഭ. അപ്പൊ അങ്ങനെയുള്ള അമ്മ ധരിച്ച കുണ്ടലങ്ങൾക്കും അതിന്റെ സവിശേഷത ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് പറയുന്നു ചന്ദ്രനും അർക്കനും അഗ്നിക്കുമൊക്കെയുള്ള ജ്വാല ഏതുപോലെയാണോ അതുപോലെയാണ് കുണ്ടലങ്ങൾ എന്ന്. അതായത് ചന്ദ്രനും അർക്കനും അഗ്നിയൊക്കെ അമ്മയുടെ ആഭൂഷണമാണ്. അവയ്ക്ക് സ്വയം ഒരു പ്രകാശവുമില്ല. അവർ പ്രകാശം കടം കൊള്ളുന്നത് അമ്മയിൽ നിന്നാണ്. അപ്പൊ അവരെ കണ്ട് അവരോട് നമുക്ക് തോന്നുന്ന ബഹുമാനം അമ്മയിലേക്ക് നയിക്കണം. അങ്ങനെ അമ്മയോട് ഭക്തി ഉണ്ടാക്കണമെന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ചന്ദ്രാർക്കാഗ്നി സമാന കുണ്ടലധരി എന്ന് വിളിച്ചിരിക്കുന്നത്. ചന്ദ്രാർക്ക വർണ്ണേശ്വരി. ചന്ദ്രന്റെയും അർക്കത്തിന്റെയും വർണ്ണത്തിൽ ശോഭിക്കുന്ന ഈശ്വരി എന്നർത്ഥം. ചന്ദ്രന്റെയും അർക്കന്റെയും വർണ്ണത്തെ അവർക്ക് പ്രദാനം ചെയ്യുന്ന ഈശ്വരി എന്നർത്ഥവും നേരത്തെ പറഞ്ഞ അതേ ഭാവമാണ്. പ്രകാശം അമ്മയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. അപ്പൊ പ്രകാശമാനമായി എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ഏകേശ്വരിയാണ് അമ്മ, മാഹേശ്വരിയാണ് അമ്മ. മാല പുസ്തക പാശ സാങ്കുശധരി. അമ്മ ഒരു കയ്യിൽ മാല, ഒരു കയ്യിൽ പുസ്തകം, ഒരു കയ്യിൽ പാശം, ഒരു കയ്യിൽ അങ്കുശം ധരിച്ചിരിക്കുന്നു. മാല ജപമാലയാണ്. ജപമാല ഭക്തിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ അമ്മ മാല ധരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തിയെ അമ്മ പ്രദാനം ചെയ്യുന്നു, ശ്രദ്ധയെ പ്രദാനം ചെയ്യുന്നു. ഭക്തി ഉണ്ടെങ്കിലേ നമുക്ക് ഉയരാൻ പറ്റൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ഏകാഗ്രമായ ആ ഭക്തി പ്രവാഹം ഉണ്ടെങ്കിൽ അത് അമ്മ ജപിക്കുന്നതായി നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ അതുകൊണ്ട് കയ്യിൽ മാലയെ ധരിച്ചിരിക്കുന്നു, ഒരു കയ്യിൽ പുസ്തകത്തെ ധരിച്ചിരിക്കുന്നു. പുസ്തകം വേദമാണ്, അറിവാണ്. നമുക്ക് എല്ലാ അറിവും ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. അപ്പൊ അമ്മ കയ്യിൽ പുസ്തകം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മ നമുക്ക് അറിവിനെ പ്രദാനം ചെയ്യുന്നവളാണ്. അമ്മയെ ആശ്രയിച്ചാൽ നമുക്ക് ഭക്തിയും കിട്ടും, ജ്ഞാനവും കിട്ടും എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. പാശം, പാശം എന്നാൽ കയറ്. കയറ് നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് നിർത്തുന്നവളാണ് അമ്മ. അപ്പൊ അമ്മയെ നമ്മൾ ആശ്രയിച്ചാൽ നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ശാന്തമാകും. അത് സദാ അമ്മയുടെ നിയന്ത്രണത്തിലാകും. പിന്നെ ഒരിക്കലും തെറ്റായ വഴിയിലേക്ക് ആ ഇന്ദ്രിയങ്ങളോ മനസ്സോ നമ്മെ കൊണ്ടുപോകില്ല. അപ്പോൾ വെറും അമ്മയോട് ശരണം പ്രാപിച്ചാൽ മാത്രം തന്നെ നമുക്ക് ആത്മനിയന്ത്രണം ഉണ്ടാവും, ഇന്ദ്രിയങ്ങൾ ശാന്തമാകും, ജ്ഞാനമുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഭക്തി തനിയെ വർദ്ധിക്കും. ഇതെല്ലാം ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അങ്കുശം, ഒരു കയ്യിൽ അങ്കുശം ധരിച്ചിട്ടുണ്ട്. അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടിയാണ്. ആനയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതാണ് തോട്ടി. ആന എപ്പോഴും നമ്മുടെ അഹങ്കാരമാണ്, മതമാണ്. ഞാൻ എന്ന് നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്ന
ഞാനൊരു സംഭവമാണ്, ഞാൻ അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിക്കുന്ന ഒരു ആനയുണ്ട്. ആ ആനയാണ് അഹങ്കാരം. ആ അഹങ്കാരത്തെ നിയന്ത്രിച്ചു നിർത്തും. പാശം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മഥിക്കുന്ന ആനയാണ് അഹങ്കാരം. ആ അഹങ്കാരത്തെ തോട്ടിക്കൊണ്ട് നിയന്ത്രിക്കും. അതായത് അമ്മയോട് ഭക്തി ഉണ്ടായാൽ, അമ്മയോട് നമ്മൾ ശരണം പ്രാപിച്ചാൽ അഹങ്കാരം തനിയെ അടങ്ങും. പിന്നെ ഞാൻ എന്ന് സ്ഫുരിക്കില്ല. പിന്നെ സദാ അമ്മ 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 എന്ന ഭാവം ഉണ്ടാവും. അപ്പൊ അമ്മയുടെ കയ്യിലുള്ള ഒരു ഉപകരണമാണ് താൻ എന്ന ഭാവം ഉണ്ടാവും. നിമിത്തമാത്രം ഭവസവ്യസാച്ചിൻ എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഉപദേശിക്കുന്നുണ്ട്. ആ ഭാവം സഹജമായി സംഭവിക്കും. അമ്മയുടെ കയ്യിലുള്ള ഉപകരണമായി എല്ലാം ചെയ്യാൻ ഒരു നിമിത്തം മാത്രമായി നമ്മൾ നിന്നു കൊടുക്കും. ഞാൻ ചെയ്യുന്നു, എൻ്റെ കേമത്വമാണ് എന്നെല്ലാമുള്ള ധാരണ തനിയെ കൊഴിഞ്ഞു പോകും. അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ തെറ്റിദ്ധാരണകളും കൊഴിഞ്ഞു പോകുമ്പോൾ ആനന്ദം മാത്രമായി അമ്മ ഉള്ളിൽ സ്ഫുരിക്കും. അപ്പൊ അമ്മയോട് നമുക്ക് ഭക്തി ഉണ്ടായാൽ, അതായത് അമ്മയുടെ അടുത്ത് നമ്മൾ ചെന്ന് ശരണം പ്രാപിച്ചാൽ നമുക്ക് ഭക്തിയും ജ്ഞാനവും ആത്മനിയന്ത്രണവും അഹങ്കാര രാഹിത്യവും തനിയെ സംഭവിക്കുമെന്ന് സൂചിപ്പിക്കാൻ മാല, പുസ്തക, പാശസാങ്കുശധരി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. കാശീപുരാധീശ്വരി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി ഭിക്ഷാം ദേഹി, അല്ലയോ അമ്മേ ഭിക്ഷയെ നൽകിയാലോ എന്നിവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നു. അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ക്ഷത്രത്രാണകരി മഹാഭയകരി മാതാ കൃപാസാഗരി സാക്ഷാൻ മോക്ഷകരി സദാശിവകരി വിശ്വേശ്വര ശ്രീധരി ദക്ഷാക്രന്തകരി നിരാമയകരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരി. ക്ഷത്രത്രാണകരി. ക്ഷത്രം എന്ന് പറഞ്ഞാൽ ആധിപത്യമാണ്. നമുക്ക് ഈ ലോകത്തിൽ ഒരു ആധിപത്യമുണ്ട്. ആധിപത്യം ലോകത്തിൽ എന്ന് പറഞ്ഞാൽ അത് ലോകത്തോടുള്ളതല്ല, നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ആധിപത്യം എന്ന് സൂക്ഷ്മാർത്ഥമായും എടുക്കാം. അല്ലെങ്കിൽ ഭൗതികമായി തന്നെ നമുക്കൊരു സ്ഥാനം ഉണ്ടാകും. അത് രക്ഷിക്കുന്നവളായതുകൊണ്ട് ക്ഷത്രത്രാണകരി എന്നിവിടെ പറയുന്നു. അപ്പൊ ഭൗതികമായ നമ്മുടെ ശ്രേഷ്ഠതയെയും അധികാരത്തെയും അതുപോലെ ആത്മീയമായ നമ്മുടെ അധികാരത്തെയും അമ്മ നൽകുന്നു, നിയന്ത്രിക്കുന്നു. അതിനെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ക്ഷേമത്തെ നൽകുന്നു. അതുകൊണ്ട് ക്ഷത്രത്രാണകരി എന്ന് പറയുന്നു. മഹാഭയകരി, മഹത്തായ അഭയത്തെ ചെയ്യുന്നവൾ. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് പല വസ്തുക്കളിൽ നിന്നും ഭയം ജനിക്കും. അത് നമുക്ക് രാഗവും ദ്വേഷവും ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഭയം ജനിക്കുമ്പോൾ താൽക്കാലികമായ ആശ്വാസം നമുക്ക് പല സ്ഥലത്തും കിട്ടും. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ താൽക്കാലികമായ ഒരു ശമനം ഉണ്ടാവും ആ ഭയത്തിന്. എന്നാൽ പരിപൂർണമായ അഭയം ഉണ്ടാകണമെങ്കിൽ അത് അമ്മ വിചാരിച്ചാലേ സാധിക്കും. അതുകൊണ്ടാണ് മഹാ അഭയം എന്നിവിടെ പറയുന്നത്. മഹാ അഭയകരി എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമായ അഭയമാണ്. അമ്മയോട് ഭക്തി ഉണ്ടായി അമ്മയിൽ നമ്മൾ ശരണാഗതരായി കഴിഞ്ഞാൽ പിന്നെ ഭയം എന്നൊന്നില്ല. ഭക്തിയുടെ സ്വരൂപം അഭയമാണ്. നമുക്ക് ഉള്ളിൽ ഭയം ഉള്ളിടത്തോളം കാലം ഭക്തി പൂർണ്ണമായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അവനവനെ അളക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണിത്. ഭയമുണ്ടോ എന്ന് സ്വയം വിചിന്തനം ചെയ്യാം. ഭയമുണ്ടെന്നറിഞ്ഞാൽ ഭക്തി പൂർണ്ണമല്ല. കാരണം ഭക്തൻ ശരണാഗതനാണ്. അവൻ ഏകാശ്രയമായ അമ്മയുണ്ട്. സർവപ്രപഞ്ചത്തിനും നാഥയായിരിക്കുന്ന ആ ത്രിപുര സുന്ദരിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശക്തി നമ്മെ സംരക്ഷിക്കുന്നു എന്ന ബോധമുള്ളവൻ എങ്ങനെയാണ് ഭയമുണ്ടാവുക? അപ്പോൾ മഹാഭയകരിയാണ്. മഹത്തായ അഭയത്തെ, ഏറ്റവും ഉയർന്ന അഭയം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒരു ഭയമില്ല. എല്ലാ ഭയവും ഇല്ലാതെയായി ആ മുക്തന്റെ ഭാവം, ജീവൻ മുക്തന്റെ അവസ്ഥ അമ്മ പ്രദാനം ചെയ്യും. അതുകൊണ്ട് മഹാഭയകരി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. മാതയാണ്, ജഗജ്ജനനിയാണ്, കൃപാസാഗരിയാണ്, കൃപയുടെ സാഗരമാണ്. ഈ പ്രപഞ്ചത്തിൽ പലർക്കും കൃപയുള്ളതായി നമ്മൾ കാണും. പ്രകൃതിക്ക് തന്നെ കൃപയുണ്ട്. പലപ്പോഴായി നമ്മൾ അത് അനുഭവിക്കുന്നതാണ്. ഈ കൃപയെല്ലാം എവിടെ നിന്നാണോ ഉദ്ഭവിക്കുന്നത് ആ ജഗദീശ്വരിയാണ് കൃപാസാഗരി, സാക്ഷാൻ മോക്ഷകരി. ഇവിടെ ഇപ്പോൾ തന്നെ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവൻ. മരണാനന്തരം കിട്ടുന്ന ഒരു അവസ്ഥയല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മുക്തിയെ നൽകുന്നവൻ, നമ്മളെ ജീവൻ മുക്തരാക്കുന്നവൻ. അതുകൊണ്ട് സാക്ഷാൻ മോക്ഷകരി, പ്രത്യക്ഷത്തിൽ തന്നെ മോക്ഷത്തെ നൽകുന്നവൻ. ഭാവിയിൽ കിട്ടുമെന്ന് കരുതി നമ്മൾ ഭജിക്കേണ്ട ആവശ്യമില്ല. അമ്മയെ ശരണം പ്രാപിച്ചാൽ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കത് പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് സാക്ഷാൻ മോക്ഷകരി എന്ന് അമ്മയെ വിളിക്കുന്നു. സദാശിവകരി. ശിവം എന്നാൽ ശുഭം, മംഗളം. സദാ മംഗളത്തെ ചെയ്യുന്നവൾ. അമ്മയുടെ സ്വരൂപം തന്നെ മംഗളമാണ്, ശിവമാണ്. അപ്പൊ അമ്മ എവിടെയുണ്ടോ അവിടെ മംഗളം സ്വാഭാവികമായി സംഭവിക്കും.
പൂവിന് സുഗന്ധം എന്ന പോലെയാണ് അമ്മയ്ക്ക് മംഗളം. പൂവുണ്ടെങ്കിൽ അതിന്റെ സുഗന്ധവും അവിടെ ഉണ്ടാവും, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതേപോലെ അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ മംഗളവും അവിടെ ഉണ്ടാവും. അത് മംഗളമായി നമ്മൾ അനുഭവിക്കും. അമ്മയുടെ സാന്നിധ്യം മംഗളമായി ശിവമായി നമ്മൾ അനുഭവിക്കും. അപ്പൊ ജീവിതത്തിൽ ശിവകരമായ ശിവമയമായ എന്തെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് അമ്മയുടെ സാന്നിധ്യം ഉറപ്പിക്കാം. അപ്പൊ അമ്മയെ അറിയാനുള്ള ശ്രമത്തിൽ ഇതൊക്കെ ഒരു സാധനയായിട്ട് നമുക്ക് ചെയ്യാം. ശിവമയമായത് എന്തെല്ലാം കാണുന്നുവോ, ശുഭകരമായത് എന്തെല്ലാം കാണുന്നുവോ അതൊക്കെ അമ്മയുടെ ഐശ്വര്യമാണെന്ന് മനസ്സിലാക്കി അതിലൂടെ അമ്മയെ നമുക്ക് ധ്യാനിക്കാം. അതുകൊണ്ട് സദാശിവകരി എന്ന് വിളിച്ചിരിക്കുന്നു. വിശ്വേശ്വര ശ്രീധരി, വിശ്വേശ്വരൻ, വിശ്വത്തിന്റെ ഈശ്വരൻ, അവന്റെ ശ്രീ ഐശ്വര്യം, ആ ഐശ്വര്യത്തെ ധരിച്ചിരിക്കുന്നവൻ. ഈ വിശ്വത്തിൽ ഉള്ളത് ഉണ്ടാക്കി നിലനിർത്തി ഇല്ലാതെയാക്കുന്നതാണ് ഭഗവാന്റെ ഐശ്വര്യം. വിശ്വേശ്വരന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഐശ്വര്യത്തെ ധരിക്കുന്നവളാണ് അമ്മ. ഭഗവാൻ ആ ഐശ്വര്യം ഉള്ളത് അമ്മയുള്ളത് കൊണ്ടാണ്. സൗന്ദര്യ ലഹരിയുടെ തുടക്കത്തിൽ പറയും, അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ശിവന് ചലിക്കാൻ പോലും പറ്റില്ല എന്ന് പറയും. അത് ഈ ബ്രഹ്മം മായ എന്ന ഭാവത്തിലാണ്, അതായത് ശിവശക്തി ഭാവത്തിലാണ് ആ വ്യത്യാസം പറയുന്നത്. വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ ശക്തിയാണ് ചലനം, നിശ്ചലതയാണ് ശിവൻ എന്ന് നമുക്ക് പറയാം. എന്നാൽ അത് ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വിശ്വേശ്വര ശ്രീധരി, വിശ്വേശ്വരന്റെ ഐശ്വര്യത്തെ ധരിച്ചിരിക്കുന്നവൾ. ദക്ഷാക്രന്ദകരി, ദക്ഷനെ കരയിപ്പിച്ചവൾ. ദക്ഷന്റെ യാഗത്തിൽ ചെന്ന് ആ യാഗത്തിന് മുടക്കാൻ കാരണക്കാരി ആയത് അമ്മയാണ്. കാരണം ശിവൻ പോകണ്ട എന്ന് പറഞ്ഞിട്ടും അമ്മ പോയി. അമ്മ അപമാനിതയായപ്പോൾ സ്വന്തം ദേഹം ത്യജിച്ചു. അതുകൊണ്ടാണ് ശിവന് കോപമുണ്ടായത്. തന്നെ മാനിക്കാത്തത് കൊണ്ട് ശിവൻ ഒരിക്കലും ദക്ഷന് നേരെ തിരിയില്ല, വിട്ടോട്ടെ എന്ന് വെച്ചു. പക്ഷെ അമ്മയുടെ ആ ഒരു ഭാവം കണ്ടപ്പോഴാണ് ശിവന് ദേഷ്യമുണ്ടായത്. അതുകൊണ്ടാണ് വീരഭദ്രൻ വന്ന് അതെല്ലാം നശിപ്പിക്കുന്നത്. അങ്ങനെ ദക്ഷനെ കരയിപ്പിച്ചു. ദക്ഷൻ എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം തന്നെയാണ്. ശിവനെ അംഗീകരിക്കാത്തത് എന്താ? അഹങ്കാരമാണ്. ഞാനാണ് സർവം, എനിക്ക് അതീതമായി ഒന്നുമില്ല എന്ന ധാരണയാണ് വാസ്തവത്തിൽ ദക്ഷന്റെ ഭാവം. ആ ഭാവത്തിൽ ഇരിക്കുന്നവരെ എല്ലാം കരയിപ്പിക്കുന്നത് അമ്മയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ ദുഃഖിപ്പിക്കുന്നത് അമ്മയാണ്. ഈ പ്രപഞ്ചത്തിൽ പല ദുഃഖങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. വാസ്തവത്തിൽ അത് അമ്മയുടെ കരുണയാണ്. അങ്ങനെ കരയിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളു ശുദ്ധമാക്കാനാണ് നോക്കുന്നത്. നമുക്ക് കുറച്ച് വിനയം വരുത്താനാണ് അമ്മ നോക്കുന്നത്. അല്ലാതെ നമ്മളെ ദുഃഖിപ്പിച്ച് സുഖിക്കുകയല്ല. ദുഃഖമുണ്ടാക്കുന്ന സമയത്ത് ഉള്ളു ശുദ്ധമാക്കാനാണ് നോക്കുന്നത്. അങ്ങനെ ഉള്ളു ശുദ്ധമായ ഒരു അല്പം നേരത്തേക്കെങ്കിലും ശുദ്ധി കിട്ടിയ ഭക്തി ഉണ്ടാകും. ആ ഭക്തി നമ്മളെ രക്ഷിക്കും. അതിനുവേണ്ടി ദക്ഷനെ കരയിപ്പിച്ചവൾ എന്നിവിടെ ദക്ഷാക്രന്ദകരി എന്ന് വിളിച്ചിരിക്കുന്നു. ദക്ഷൻ എന്ന ഭാവം കൊണ്ട് നമ്മൾ ഓരോരുത്തരിലുമുള്ള അഹങ്കാരത്തെ തന്നെ സങ്കല്പിക്കണം. നിരാമയകരി, ആമയം എന്ന് പറഞ്ഞാൽ അസുഖമാണ്. നിരാമയം എന്ന് പറഞ്ഞാൽ അസുഖമില്ലായ്മയാണ്. ഒരുവിധ അസുഖവും ഇല്ലാത്ത അവസ്ഥയെ പ്രദാനം ചെയ്യുന്നവൾ, അതായത് പൂർണ്ണമായ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവൾ. ആരോഗ്യം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ, മനസ്സിന്റെ സന്തുലിതാവസ്ഥ, ബുദ്ധിയുടെ സന്തുലിതാവസ്ഥ. ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അതിൻ്റെതായ ഒരു തലമുണ്ട്. ആ തലം അതിൻ്റെ പെർഫെക്ഷനാണ്. അതിലെന്തെങ്കിലും ഭേദമുണ്ടാകുന്നതാണ് രോഗം. അപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിൽക്കണമോ അങ്ങനെ അതിനെ നിലനിർത്തുന്നതാണ് ആരോഗ്യം. അതാണ് നിരാമയം എന്ന് പറയുന്ന അവസ്ഥ. ആ അവസ്ഥയെ ചെയ്യുന്നത് അമ്മയാണ്. അമ്മയെ ശരണം പ്രാപിച്ചാൽ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ആരോഗ്യമുണ്ടാകും. അത് ദൃഢമായി നിലനിൽക്കും. അതുകൊണ്ട് നമുക്ക് സാധന ചെയ്യാനും മോക്ഷം നേടാനും എളുപ്പമുണ്ടാകും. അതുകൊണ്ട് നിരാമയകരി എന്ന് വിളിച്ചിരിക്കുന്നു. കാശി പുരാധീശ്വരി, കൃപാവലംബനകരി, മാതാന്നപൂർണേശ്വരി, ഭിക്ഷാം ദേഹി, അല്ലയോ അമ്മേ എനിക്ക് ഭിക്ഷയെ നൽകിയാലുമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇനി 11ാമത്തെ ശ്ലോകമാണ്. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. അന്നപൂർണേ, അന്നം നൽകുന്നവളെ, അന്നത്താൽ പൂർണ്ണമായവളെ, അന്നം നൽകിക്കൊണ്ട് ഭക്തനെ പൂർണ്ണനാക്കുന്നവളെ എന്നെല്ലാം അർത്ഥത്തിൽ അന്നപൂർണയാണ്. അങ്ങനെയുള്ള അമ്മയെ വിളിക്കുകയാണ്. സദാപൂർണേ, എപ്പോഴും പൂർണ്ണമായിരിക്കുന്നവൾ. അമ്മയിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. തന്നിൽ നിന്ന് അന്യമായി എന്തെങ്കിലും ഒന്നുണ്ടെങ്കിലേ അപൂർണതയുള്ളൂ. താൻ മാത്രമേ ഉള്ളൂ. ഏകമായിട്ടാണെങ്കിൽ അത് പൂർണ്ണതയാണ്. ആ പൂർണ്ണതയാണ് അമ്മയുടെ സ്വരൂപം. അതുകൊണ്ട് സദാപൂർണയാണ് അമ്മ. ശങ്കര പ്രാണവല്ലഭേ, ശങ്കരൻ ഏറ്റവും പ്രിയമുള്ളവളാണ് അമ്മ. ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശിവൻ, ലോകത്തിന് മംഗളം ചെയ്യുന്നവൻ. ആ പരബ്രഹ്മത്തിൽ തന്നെയാണ് ശക്തി. ആ ശക്തി തന്നെയാണ് പരബ്രഹ്മം. രണ്ടും രണ്ടാണെന്ന് നമുക്ക് തോന്നുന്നു, എങ്കിലും അതൊന്നു തന്നെയാണ്. അതുകൊണ്ട് ശങ്കര പ്രാണവല്ലഭേ. സാമാന്യ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ശിവന്റെ പത്നിയായി ഈ ലോകത്തിൽ പ്രകാശിക്കുന്നവളെ എന്നർത്ഥവും എടുക്കാം. ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം,
ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും നേടാൻ വേണ്ടി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യത്തെക്കുറിച്ചുള്ള അറിവ്, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അസത്യത്തോടുള്ള വിമുഖത. അസത്യത്തോടുള്ള നമ്മുടെ രാഗമാണ് പലപ്പോഴും നമ്മളെ കൊടുക്കുന്നത്, അതാണ് നമ്മുടെ അജ്ഞാനം. അപ്പോൾ അസത്യത്തിൽ നിന്നും നമുക്ക് വൈരാഗ്യവും സത്യത്തോട് നമുക്ക് രാഗവും, ആ രാഗമാണ് ജ്ഞാനം, സത്യത്തെ അനുഭവിക്കുക. ആ ജ്ഞാന വൈരാഗ്യം നേടാൻ വേണ്ടി ഭിക്ഷാം ദേഹി ച പാർവതി, അല്ലയോ പാർവതി, പർവ്വതത്തിന്റെ മകളായി പ്രത്യക്ഷമായവളെ, പർവ്വതത്തിൽ വസിക്കുന്നവളെ എന്നെല്ലാം അർത്ഥത്തിൽ പാർവതി. ആ പാർവതിയോട് പറയുന്നു ഭിക്ഷാം ദേഹി, എനിക്ക് ഭിക്ഷയെ നൽകിയാലോ. എന്തിനു വേണ്ടി? ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം. വെറുതെ ഇവിടെയുള്ള വിശപ്പ് മാറാൻ മാത്രമല്ല, ജ്ഞാനവും വൈരാഗ്യവും സമ്പാദിക്കാനായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് ഉണ്ടാവാൻ വേണ്ടിയുള്ള ഭിക്ഷയെ എനിക്ക് നൽകിയാലും എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അവസാനത്തെ ശ്ലോകം, 12ാമത്തെ ശ്ലോകം. മാതാ ച പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, എല്ലാ ഭക്തർക്കുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. മാതാ ച പാർവതി ദേവി, എൻ്റെ അമ്മയാണ് പാർവതി. ഓരോ ജീവനെയും ജനിപ്പിക്കുന്നവൾ ആ അമ്മയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ജീവന്മാർക്കും ഏകമായ അമ്മയാണ് പാർവതി. പിതാ ദേവോ മഹേശ്വര, ആ മഹേശ്വരൻ എൻ്റെ പിതാവാണ്. അവര് രണ്ടും ഒന്നായിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. അപ്പം അവര് ജഗത് ജനനിമാരാണ്, അതായത് ജഗത്തിനെ ജനിപ്പിച്ചവരാണ്. അപ്പം അങ്ങനെയുള്ള അമ്മയും അച്ഛനും ഉണ്ടെന്ന ബോധം എപ്പോഴും ഉണ്ടാവണം. വിശ്വനാഥനാണ് നമ്മുടെ പിതാവ്, അതുപോലെ ആ മഹാത്രിപുര സുന്ദരിയാണ് നമ്മുടെ മാതാവ്. ബാന്ധവ ശിവഭക്താശ്ച, ശിവനോട് ഭക്തിയുള്ള എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ്. ശിവനോട് ഭക്തിയുള്ളവരോട് നമുക്ക് ബാന്ധവം ഉണ്ടാകുമ്പോൾ നമുക്ക് സദ്വാസനകൾ തനിയെ ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു അച്ഛനുണ്ടെന്നും നമുക്കൊരു അമ്മയുണ്ടെന്നും അത് ശിവപാർവതിമാരാണെന്നുമുള്ള ബോധം നമ്മൾ വളർത്തി. ആ ബോധത്തിലൂടെ ശിവനോട് ഭക്തിയുള്ള എല്ലാവരെയും ശിവന്റെ പുത്രന്മാരായി കണ്ടുകൊണ്ട് അവരോട് നമുക്ക് ബന്ധുത്വമുണ്ടെന്ന് മനസ്സിലാക്കി അവരോടൊരു ബാന്ധവം സ്ഥാപിച്ച് സത്സംഗം നടത്തി എന്ന അർത്ഥം ഇവിടെ വരുന്നു. അങ്ങനെ ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം, 3 ഭുവനങ്ങളും എനിക്ക് സ്വദേശമാണ്. ഞാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണെന്ന ബോധമാണ് ഇവിടെ പ്രകാശിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ജീവനായി ഒരു അല്പം നേരത്തേക്ക് ഞാൻ പ്രകാശിക്കുന്നു എന്നുള്ളത് ഒരു തോന്നലാണ്. വാസ്തവത്തിൽ ഞാൻ ആ പരബ്രഹ്മം തന്നെയാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സത്യം തന്നെയാണെന്ന ബോധമുണ്ടാകുമ്പോൾ ഈ ജീവൻ അച്ഛനും അമ്മയുമായി സാക്ഷാത് മഹേശ്വരനും മഹേശ്വരിയും ശോഭിക്കും. ബന്ധുക്കളായി ശിവഭക്തന്മാർ ശോഭിക്കും. ഈ ലോകം മുഴുവനും, മുകളിലുള്ള ലോകവും താഴെയുള്ള ലോകവും മധ്യത്തിലുള്ള ഈ ഭൂലോകവും എല്ലാം തന്നെ അവന് സ്വദേശമാവും. അവന് പരദേശം എന്നൊന്ന് പറയുന്നത് ഇല്ലാതെയാകും. എല്ലായിടത്തും തൻ്റേതെന്ന ഭാവത്തിൽ എല്ലാം പരസ്പരം കണക്റ്റായിരിക്കുന്ന ഒരു ദർശനം അവന് സിദ്ധിക്കും. ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലമാണ്. ഇതിനെയാണ് വാസ്തവത്തിൽ വിശ്വരൂപ ദർശനം എന്ന് പോലും പറയുന്നത്. കാരണം ഭഗവാനാണ് എല്ലാം എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം കൂടി ഇന്റർ കണക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കോസ്മിക് ഇന്റർ കണക്റ്റഡ്നെസ്സിനെ സൂചിപ്പിക്കാനാണ് ഈ ഒരു ശ്ലോകം എപ്പോഴും ഉദ്ധരിക്കുന്നത്. മാതാ ച പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ഇത് ശ്രീ അന്നപൂർണേശ്വരി സ്തോത്രം സമ്പൂർണം. അങ്ങനെ ഈ സ്തോത്രം അവസാനിക്കുന്നു. 12 ശ്ലോകങ്ങളിലൂടെ അന്നപൂർണാദേവിയെ നന്നായി സ്തുതിച്ചുകൊണ്ട് അമ്മയുടെ ഭാവത്തെ നമ്മുടെ മനസ്സിൽ വളർത്തുക എന്നതാണ് ഈ സ്തോത്രത്തിന്റെ ലക്ഷ്യം. അമ്മയുടെ ഭാവം ഒരു അല്പം നേരത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിൽ പ്രകടമായാൽ അമ്മയുടെ എല്ലാ ഐശ്വര്യങ്ങളും അവിടെ സ്വാഭാവികമായി സംഭവിക്കും. പൂവ് വിരിയുന്നിടത്ത് അതിൻ്റെ സുഗന്ധം പരക്കുന്ന പോലെ അമ്മ നമ്മുടെ ഉള്ളിൽ വിരിഞ്ഞാൽ അമ്മയുടെ വിഭൂതികളെല്ലാം സ്വാഭാവികമായി സംഭവിക്കും. എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളും നമ്മുടെ ചിത്തത്തിനുണ്ടാകും. ആ ഭാഗ്യം നേടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്തോത്രങ്ങൾ ചൊല്ലുന്നത്. അപ്പോൾ ഈ സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനത്തെ ആ മഹാത്രിപുര സുന്ദരിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി നാരായണി കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരി ഓം.